വന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. പ്രിയ പാസ്റ്റർ ഇ കെ ഷേണായും കാദേശ് സഭയും കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി അവരുടെ ആത്മീയ പ്രയാണം മുന്നോട്ട് നീങ്ങുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 25ാമത് കൺവെൻഷനാണെന്ന് പ്രിയ കർത്തദാസൻ ഇവിടെ പറഞ്ഞല്ലോ. കഴിഞ്ഞ 25 വർഷക്കാലം അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ഇത്രത്തോളം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ കർത്തദാസനെ ഞങ്ങളൊക്കെ സ്വല്പം അസൂയയോടുകൂടിയാണ് നോക്കുന്നത്. കാരണം ഇത്രത്തോളം കൺവെൻഷനൊക്കെ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായത് തെരഞ്ഞെടുത്തുവെന്ന ദൈവവചനത്തിൽ പറയുന്നല്ലോ. പലർക്കും കഴിയാത്ത ഈ കാര്യം പ്രിയ കർത്തദാസിൽ കൂടെ ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്ന കാദേശ് IPC സഭയെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15:58 പറയുന്നല്ലോ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വന്തം ദേശമാണല്ലോ ഇത്. ഇവിടുന്ന് ഏകദേശം 500 മീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട്. അങ്ങനെ ഇവിടെ ഞാൻ എനിക്കറിയാവുന്നിടത്തോളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സുവിശേഷത്തിൻ്റെ ശബ്ദം ഈ പ്രദേശങ്ങളിൽ, ഈ മാങ്ങാനം പ്രദേശങ്ങളിൽ മുഴങ്ങുവാനായിട്ട് സാധിച്ചു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ആ കാലഘട്ടം തൊട്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണമായി തീരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈ സുവിശേഷ യോഗങ്ങളെല്ലാം കേട്ട് അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നില്ലെങ്കിൽ അത് വ്യർത്ഥമായി തീരുമെന്ന് എൻ്റെ നാട്ടുകാരോടും അയൽവാസികളോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹ നീതിപ്രസംഗിയായിട്ട് നടന്ന സുവിശേഷം അല്ലെങ്കിൽ അന്നത്തെ വരാൻ പോകുന്ന ന്യായവിധി അറിയിച്ചിട്ടും ആരും അത് ഉൾക്കൊണ്ടില്ല. ആകപ്പാടെ ഉൾക്കൊണ്ടത് അവൻ്റെ കുടുംബം മാത്രമാണ്. ചിലപ്പോൾ ആ നോഹയുടെ പെട്ടകം പണിയാനായിട്ട് സ്ഥലം കൊടുത്തവർ കാണും, തടി കൊടുത്തവർ കാണും, പണം കൊടുത്തവർ കാണും, മറ്റേ രീതിയിലുള്ള വിവിധ ഹെൽപ്പുകൾ ചെയ്തവർ കാണും. പക്ഷെങ്കിൽ നോഹയുടെ പ്രസംഗം അവർ ഉൾക്കൊണ്ടില്ല, അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ന്യായവിധിയുടെ പ്രളയം വന്നപ്പോൾ അവർക്കാർക്കും രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ അവർ ന്യായവിധിയുടെ ആരംഭത്തിൽ ചിന്തിച്ചു കാണും, നോഹ ഞങ്ങളെയും കൂടെ രക്ഷിക്കും, കാരണം ഞങ്ങൾ പല രീതിയിൽ ഇതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ നോഹയുടെ പ്രസംഗം കേട്ട് അത് ഉൾക്കൊണ്ട് അത് വിശ്വസിച്ച് പെട്ടകത്തിനുള്ളിൽ കയറാഞ്ഞതുകൊണ്ട് അവർക്കൊന്നും അത് രക്ഷയ്ക്കായിട്ട് കാരണമായി തീർന്നില്ല എന്ന് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ അയൽവാസികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു പക്ഷെങ്കിൽ ഈ കൺവെൻഷന് വേണ്ടി പല രീതിയിൽ സഹായിച്ചവരായിരിക്കും നിങ്ങൾ. ഈ സ്ഥലം വിട്ടുകൊടുത്തവർ കാണും, ഇതിന് മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തവർ കാണും, പണം കൊടുത്തവർ കാണും, കറണ്ട് കൊടുത്തവർ കാണും, മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തവർ കാണും. നല്ല കാര്യം, മറ്റു പലരും ചെയ്യാത്ത ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ പറയുന്ന ദൈവവചനം നിങ്ങൾ കേട്ട് അംഗീകരിച്ച് അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ ഈ വേദപുസ്തകം പറയുന്ന നിത്യത നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഏറ്റവും കർത്താവിൽ ബഹുമാനിച്ചിരുന്ന, ഇന്ന് നിത്യത്തിൽ വിശ്രമിച്ചിരുന്ന കാനാച്ചൻ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആ കൃത്യദാസനാണല്ലോ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം രക്ഷിക്കപ്പെട്ട പൂർണ്ണ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കി സുവിശേഷ പ്രസംഗവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കുവാനായിട്ട് എല്ലാ മീറ്റിങ്ങുകളിലും വരുന്ന ഒരു പ്രായമുള്ള പിതാവുണ്ടായിരുന്നു. ആ പിതാവ് ഈ കാനാച്ചൻ്റെ ഒരു മീറ്റിങ്ങുകളും വിടത്തില്ല. ഒരു നോട്ട് ബുക്കും ഒക്കെ ആയിട്ട് വന്ന് അദ്ദേഹം നോട്ടെല്ലാം കുറിക്കും. ഇങ്ങനെ നോട്ടെല്ലാം കുറിച്ച ശേഷം ഇങ്ങനെ പോകും. പല മീറ്റിങ്ങുകൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കാനാച്ചൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയ അപ്പച്ച,
ഇതൊക്കെ നോട്ടൊക്കെ കുറിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഈ കൽപ്പനയൊക്കെ ഒന്ന് അംഗീകരിക്കണ്ടേ, ഇതൊക്കെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കണ്ടേ എന്ന് ആ പിതാവിനോട് കാനാച്ചൻ ചോദിച്ചു. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഞാനെല്ലാം ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 1-2 പ്രാവശ്യം കൂടെ ചോദിച്ചു. അപ്പോഴും എല്ലാം പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം മരിക്കുന്നിടം വരെ പഠിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ, ജീവിതത്തിൽ ഒന്നും പ്രാവർത്തികമാക്കിയില്ല. എൻ്റെ പ്രിയ അയൽവാസികളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു ദൂത് ഇതാണ്: നിങ്ങൾ ഒത്തിരി നാളായി കേൾക്കുന്നുണ്ട്, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പണ്ട് ധനവാൻ മേളിലോട്ട് നോക്കി നിലവിളിച്ചതുപോലെ നിലവിളിക്കേണ്ടി വരും. അതിനിടയാകരുത് എന്നുള്ള ഒരു പ്രബോധന വചനത്തോടുകൂടി ഈ കൺവെൻഷന് ശ്രീ ഷണായിക്കും കാദേശ് സഭയ്ക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരമിക്കുന്നു. താങ്ക് യു. തുടർന്ന് സ്തോത്ര കാഴ്ച എടുക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാർ വേഗത്തിൽ മുൻപോട്ട് വന്ന് സ്തോത്ര കാഴ്ച എടുക്കണം. വേഗത്തിൽ പ്രിയ ഗായക സംഘം ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. വേഗത്തിൽ ശുശ്രൂഷ നിർവഹിക്കണം. വചന ശുശ്രൂഷയ്ക്ക് നമുക്ക് സമയം വേർതിരിക്കേണ്ടതുണ്ട്. നമുക്ക് നാം കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചു, ഇവിടെ വരുത്തി തനിക്ക് കൊടുക്കേണ്ടുന്ന സമയം നന്നായി കൊടുത്ത് ഇടയാക്കി തരൂ. നമുക്ക് നല്ല ദേശത്ത് നല്ല സുവിശേഷ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. എല്ലാ ദൈവമക്കളും വേഗത്തിൽ സ്തോത്ര കാഴ്ച എടുത്താണ്. ഇനിയും ഒരു ഒരുക്കുമോ നാഥ നീ എൻ പേർക്കായി, ഇനിയും ഒരു ചെങ്കടൽ മുറിക്കുമോ നാഥ നീ എനിക്കായി. ഇനിയും ഒരുക്കുമോ നാഥ നീ എൻ പേർക്കായി, ഇനിയും ഒരു ചെങ്കടൽ മുറിക്കുമോ നാഥ നീ എനിക്കായി. ഇരുൾ വീണവരുവിൽ നീയക്കി തൂണായി, ഇടറിയ പകലിൽ ഒരു മേഘ സംഭവമായി നയിക്കണേ നാഥ. ഇനിയും ഒരുക്കുമോ നാഥ നീ എൻ പേർക്കായി, ഇനിയും ഒരു ചെങ്കടൽ മുറിക്കുമോ നാഥ നീ എനിക്കായി.
ഒഴുക്കണേ, ദാഹാർത്തനാണു ഞാൻ നാഥ, ദാഹാർത്തനാണു ഞാൻ നാഥ. സ്വർഗീയമന്ന ഒഴിക്കുമോ നീ എന്നിൽ, ജീവന്റെ അപ്പമാകാം, ജീവന്റെ അപ്പമാകാം. ഇനിയും ഒരുക്കാനാ ഒരുക്കുമോ നാഥ, പ്രിയൻ പേർക്കായി. ഇനിയും ഒരു ചെങ്കടൽ മുറിക്കുമോ നാഥ, പ്രിയൻ പേർക്കായി. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയപിതാവേ, ഇവിടെ അർപ്പിച്ച ധനശേഖരണത്തിനായി സ്തോത്രം. കരങ്ങളെ നീട്ടി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഈ കൺവെൻഷന് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ. അങ്ങയുടെ ദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണം. ദേശത്തോട്, ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരോട്, ഈ ദേശനിവാസികളോട് കർത്താവ് അറിയിക്കേണ്ടുന്ന ദൂത് അങ്ങയുടെ ദാസന്റെ മേൽ അവിടുന്ന് കൈമാറിയിരിക്കാൻ സ്തോത്രം. അവിടുന്ന് ശക്തമായി ഉപയോഗിക്കണം, മഹത്വം എടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നാം ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷമീർ കൊല്ലം. പ്രിയ കർത്താവിന്റെ ദാസൻ ദീർഘവർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസനാണ് ആ കർത്താവിന്റെ ദാസൻ. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനം നമ്മോട് അറിയിക്കും, ഈ ദേശത്തോടുള്ള ആലോചന അറിയിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളെ തട്ടി ഒരു നിമിഷം കർത്താവിന്റെ ദാസനെ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, സഹ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, മനോഹരമായ നിലയിൽ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഈ ബെന്നി സഹോദരൻ്റെ പാട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ചിന്തിക്കും, കേരളം മൊത്തം പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരിടത്തും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഏതായാലും ഇന്ന് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ വചന കേൾവിക്കായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ദേശവാസികളായ മാന്യ സഹോദരങ്ങൾക്കും വന്ദനം ചൊല്ലുന്നു. മുഖവുരകൾക്ക് സമയമെടുക്കാതെ വേഗത്തിൽ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ആശിക്കുന്നു. സാധാരണ കൺവെൻഷനിൽ ഞാനിപ്പോൾ അരമണിക്കൂർ പ്രസംഗിച്ച് കഴിയേണ്ട സമയമായി. പാസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, 10 മണി വരെ പോയിക്കോളാൻ എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കേണ്ട. ഞാൻ 10 മണി വരെ പ്രസംഗിക്കൂല. എൻ്റെ അത്രയും ദൂരെ പോകേണ്ടവരാരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ചന്തോചിതമായി നടക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ സകല പ്രസംഗങ്ങൾക്കും ആധാരം വിശുദ്ധ ബൈബിൾ ആയതുകൊണ്ട് തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം, 47-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം മൈക്കിൽ കൂടെ പ്രിയപ്പെട്ടവർ വായിച്ച് നമ്മെ കേൾപ്പിക്കും. കാര്യം പുറത്തുള്ള പ്രിയപ്പെട്ടവരും കൂടി ഇത് കേൾക്കുന്നെന്നുള്ളത് കൊണ്ട് വേദഭാഗങ്ങളൊക്കെ മൈക്കിലൂടെ വായിച്ച് സഹായിക്കുന്നത് നന്നായിരിക്കും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു.
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഒരു കുഞ്ഞു വേദഭാഗമാണെങ്കിലും പ്രധാനപ്പെട്ട 4 പ്രസംഗങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 4 പ്രസംഗം എന്ന് പറയുമ്പോൾ 1 കർത്താവ്, 2 രക്ഷിക്കപ്പെടുന്നവരെ, 3 ദിവസം പ്രതി, 4 സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രസംഗിക്കാനാണെങ്കിൽ ഓരോന്നും ഓരോ വിഷയമായി പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ നേരം അങ്ങനെ അല്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ടൊരു ഭാഗം മാത്രം സംസാരിക്കുവാൻ ആശിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അതിനകത്തെ ഒന്നാമത്തെ ചിന്ത സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല അത് കേട്ടോ. എല്ലാവരും അടക്കത്തിന് വന്ന പോലെ ഇരിക്കുന്നു. ഇത്രയും നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഫ്യൂണറൽ സർവീസ് ഒന്നുമല്ല, സന്തോഷത്തോടിരിക്കാം. അപ്പൊ എന്തായാലും സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാദേശ് IPCയെ കുറിച്ചല്ല പറയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവമക്കളുടെ കൂട്ടത്തിലേക്ക് പുതിയ കണക്കനുസരിച്ച് ദിവസത്തിൽ ഓരോ 3 മിനിറ്റിലും സ്നാന ശുശ്രൂഷകൾ നടക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത ആരാണ് ആത്മാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ആരാന്നാ വായിച്ചത്? നിങ്ങളൊന്നും മിണ്ടൂലേ? ആരാ ആത്മാക്കളെ കൊണ്ടുവരുന്നതെന്നാ വായിച്ചത്? കർത്താവാണ് ആത്മാക്കളെ കൊണ്ടുവരുന്നത്. നാട്ടിൽ പല ആളുകളുടെയും ചിന്ത ഇത് ഉപദേശിമാരുടെ പണിയാണെന്നാണ്. ഉപദേശിമാരാണ് ഈ ആത്മാക്കളെയൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ചിലരൊക്കെ ഉപദേശിമാരെ തല്ലാറുണ്ട്. നാട്ടുകാരോട് ഞാൻ പറയാം, ഉപദേശിമാരെ തല്ലിയാൽ നിൽക്കുന്ന പണി അല്ലത്. ആത്മാക്കളെ കൊണ്ടുവരുന്നത് കർത്താവാണ്. ഉപദേശിയെ തല്ലി ഉപദേശി ആശുപത്രിയിലാവും, അടുത്തൊരെണ്ണം വരും. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് രണ്ടാമത്തെ ചിന്ത, അതും പ്രസംഗിക്കുന്നില്ല. 3, കർത്താവ് ആരെയാണ് സഭയോട് ചേർക്കുന്നത്? പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നവര് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന പള്ളിക്കകത്ത് 2 കൂട്ടരുണ്ട്. ആരാ? 2 കൂട്ടരുണ്ട്. 1 രക്ഷിക്കപ്പെട്ടവര്. അവരെ ആരാ കൊണ്ടുവരുന്നത്? പറഞ്ഞേ. കർത്താവാ കൊണ്ടുവരുന്നത്. കർത്താവ് കൊണ്ടുവരുന്നത് ആരെയാന്നാ പറഞ്ഞ്? രക്ഷിക്കപ്പെട്ടവര്. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരും പള്ളി വരും. ആരാ? രക്ഷപ്പെടാൻ വരുന്നവര്. 2 കൂട്ടർ പള്ളി വരും പ്രാർത്ഥിക്കാൻ. 1 രക്ഷിക്കപ്പെട്ടവർ, 2 രക്ഷപ്പെടാൻ വരുന്നവർ. അതെന്നാ എടി മറ്റേ അറിഞ്ഞോ? എന്നാ സുമതി പെന്തിക്കോസിൽ പോയി രക്ഷപ്പെട്ടു ആണോ? പിന്നെ രമണിയും പോയി രക്ഷപ്പെട്ടു. അപ്പൊ ആളുകളുടെ ചിന്ത പെന്തക്കോസിൽ പോയാൽ രക്ഷപ്പെടാം. ഇത് രക്ഷപ്പെടാനുള്ള വകുപ്പല്ല. അങ്ങനെ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. ഈ രക്ഷപ്പെടാൻ വരുന്നവരും രക്ഷിക്കപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം, രക്ഷിക്കപ്പെട്ട് കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: വല്ല വിധേയനെയും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. അതിനാ അവർ ചർച്ച വരുന്നത്. അവരാരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവാലോചന കേൾക്കും, പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നുപോകും. കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കും. അവർക്ക് സഭയ്ക്കകത്തെ പൊളിറ്റിക്സ് അറിയണ്ട, സഭയ്ക്കകത്തെ കസേരകളി അറിയണ്ട, അതിൻ്റെ അകത്തെയുള്ള ആഭ്യന്തര കാര്യങ്ങൾ അറിയണ്ട. അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും വിഷയമല്ല. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. രണ്ടാമത്തെ കൂട്ടരുണ്ട്, രക്ഷപ്പെടാൻ വന്ന ഇവന്മാരിങ്ങനെ കസേരക്കടിക്കും, തമ്മിലടിക്കും, പലവിധമാകുന്ന ഇടങ്ങേറുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതൊന്നും കണ്ട് ആരും കഠിനപ്പെട്ടു പോകണ്ട. കുമ്പനാട്ട മാവിന്റെ മൂട്ടി അടി നടക്കുന്നെങ്കിൽ ഈ ചെകുത്താന്മാരെ ഒന്നും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. അതുകൊണ്ട് അതൊന്നും കണ്ട് ആരും കഠിനപ്പെട്ടു പോവുകയോ ഭാരപ്പെട്ടു പോവുകയോ ഒന്നും ചെയ്യരുത്. അപ്പം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി എങ്ങോട്ട് ചേർക്കുന്നു? സഭയോട് ചേർക്കുന്നു. അപ്പൊ ഇന്ന് രാത്രിയിലെ ചിന്ത ഏതാണ് ഈ സഭയെന്ന? 2002 ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ട, മുസ്ലിം കുടുംബത്തിൽ.
ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബം. വളരെ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ കടന്നുപോയ ബാല്യകാലം. മുസ്ലിം സഹോദരങ്ങളുള്ള ദേശത്താണെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ തൊപ്പിയൊക്കെ ഇട്ട് രാവിലെ 6-7 മണിക്ക് ഇങ്ങനെ വരിവരിയായി നടന്നു പോകുന്ന കാഴ്ച കാണാം. മദ്രസയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ പെങ്ങന്മാരും ചെറിയ പ്രായത്തിൽ മദ്രസയിൽ മതപഠനത്തിനായി കടന്നുപോയ ബാല്യകാലം. നിങ്ങൾക്കറിയാം, ഒരു മുസൽമാനോട് യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞാലൊന്നും അവൻ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഇപ്പൊ എനിക്കത് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ട് അവന്റെ തലയിൽ ഇത് കയറുന്നില്ല, പിന്നാണോ ഇനി മുസ്ലിങ്ങൾ. അപ്പൊ അങ്ങനെ ജീവിച്ചു വളർന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ബാല്യകാലം. മദ്രസയിൽ എന്തിനാ പോയത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാം, മതപഠനത്തിനാണ് പോയത്. മതമാണ് ഒന്നാം സ്ഥാനം. ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണം? മതത്തിന് കൊടുക്കണമെന്നാണ് ചെറിയ പ്രായത്തിലെ തലച്ചോറിന്റെ അകത്ത് കുത്തിവെച്ചത്. ജനിപ്പിച്ച അപ്പനോ പ്രസവിച്ച അമ്മയോ മതത്തിനെതിരായി നിന്നാൽ നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കണം? മതത്തിന് വേണ്ടി നിൽക്കണമെന്ന് തന്നെയാണ് അന്നും ഇന്നും എന്നും എല്ലാ കാലവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് ഒന്നാം സ്ഥാനം എന്ന് പഠിപ്പിച്ചു. ആ കാലങ്ങളിൽ എൻ്റെ ചിന്തയിൽ മുസ്ലിങ്ങൾക്കൊരു ദൈവമുണ്ട്, അള്ളാഹു. ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ദൈവങ്ങൾ ഉണ്ട്. ഇങ്ങനെ ഒരു ചിന്തയിലാണ് വളർന്നു വന്നത്. യൗവനകാലത്തിലെത്തിയപ്പോൾ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം ഒരു ബൈബിൾ കരങ്ങളിൽ എടുപ്പാൻ ദൈവം ഭാഗ്യം തന്നു. എന്തനുഭവമാ ഉപദേശി എന്ന് ചോദിച്ചാൽ, ആ അനുഭവത്തെ പെന്തക്കോസുകാർ പറയുന്നതാണ് സാക്ഷ്യം. സാക്ഷ്യം പറയണമെന്നൊക്കെ ഉണ്ട്, നേരമില്ല. പ്രസംഗം തന്നെ എവിടെ കൊണ്ട് മുട്ടിക്കുമെന്ന് ഓർത്താ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പോട്ടെ. അപ്പോ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട അനുഭവങ്ങളിലൂടെ 2002 വേദപുസ്തകം കരങ്ങളിൽ എടുപ്പാൻ ദൈവം അവസരം നൽകി. ഈ ബൈബിൾ 2002 മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 23 വർഷങ്ങളായി കൃപയാൽ ഈ പുസ്തകം ചുമന്ന് കർത്താവിനെ സേവിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. 2002 ഞാനിത് ഒളിച്ചും പാത്തും വായിക്കാൻ തുടങ്ങി. ഒളിച്ചും പാത്തും വായിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചപ്പോൾ ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ റബ്ബേ, ഏതൊക്കെ ഇബ്ലീസിനെ വിളിച്ചു കയറ്റാനുള്ള പരിപാടിയാണ് ഇവൻ ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കി എൻ്റെ ഉമ്മ ജമീല ബീവി. ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാം, ഇപ്പൊ എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ് തള്ള. മനസ്സിലായോ? ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ട്, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഞാൻ നാട്ടുകാരോട് പറയാം, ഇത് എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഇത് എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. കാനത്തിനടുത്ത്, കോട്ടയത്ത് കാനത്തിനടുത്ത് ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഉപദേശിമാർ പറഞ്ഞു, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു, വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു, വിളിച്ചോ. അകത്തേക്ക് വന്നു. എന്നോട് ചോദിച്ചു, എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, ഓർമ്മ കിട്ടുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള ഓർമ്മ ഇച്ചിരി കുറവാ. കാര്യം ബൈബിൾ വാക്യം എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്നല്ല, ചിലപ്പോൾ ഈ കണ്ട ആളുകളെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചാ കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഓർത്തെന്നിരിക്കുക, അല്ലാതെ ഇച്ചിരി പാടാം. അല്ലാതെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാവാലത്തോട് ചോദിക്കണം. പുള്ളി 1 വർഷം അല്ല 10 വർഷം മുമ്പുള്ളത് വരെ പറയും. അത്രയും ഒന്നും കൃപ നമുക്കില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഉടനെ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ? പക്ഷെ കേട്ടിട്ടുണ്ടാകും എന്നെ കുറിച്ച്. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാ? അല്ല, ഈ പെന്തിക്കോസുകാരൊക്കെ പലയിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പണ്ട് കുറച്ച് വർഷങ്ങൾക്കപ്പുറത്ത് റാന്നി ടൗണിലെ പാലത്തിൽ വെച്ചൊരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിള് വലിച്ചു കീറി താഴെയിട്ട് തീപ്പെട്ടിക്ക് ഒരു കത്തിച്ച് ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അതിനുശേഷം ആ പാലം തകർന്നു പോയെന്നും പിന്നെ ഇപ്പൊ കാണുന്ന പാലം കെട്ടിയതാണെന്നുമല്ലോ. ഞാനിങ്ങനെ പെന്തിക്കോസുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അത് കത്തിച്ച ആള് ഞാനാണ്. അപ്പൊ ഞാൻ ഒന്ന് നോക്കി, ഇനി എന്നെ കത്തിക്കാൻ വല്ലോ ആണോ അടുത്തോട്ട് വന്നേക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? എന്നാ ഉപദേശി, ഇപ്പൊ ഇത് ചുമന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുവാന്ന്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഇത് എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കും. അങ്ങനെ 2002 ഒളിച്ചും പാത്തുമാണ് ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയത്.
വായിച്ചു വരുമ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ചില ചിന്തകളുണ്ടായി. എന്താ? ഒന്ന്, ഈ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടു. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. പിന്നീട് ഒരു കുഞ്ഞ് ജനിച്ചു. അതിനെ യാഗമർപ്പിക്കാൻ പോയ കഥയൊക്കെ വായിച്ചപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് പറഞ്ഞു, ഈ സംഭവം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ബാല്യകാലത്ത് മദ്രസയിൽ കടന്നു പോയപ്പോൾ അബ്രഹാം എന്ന പേരിന് പകരം ഇബ്രാഹിം എന്ന പേരിൽ ഞാൻ ഈ സംഭവം വായിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ നോഹയും കുടുംബവും ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച അനുഭവത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ തലച്ചോറ് പറഞ്ഞു, ഇതും എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ. അതെ, ഈ ജലപ്രളയത്തെക്കുറിച്ച് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നോഹയെന്നല്ലായിരുന്നു, നൂഹെന്നായിരുന്നു പേര്. വീണ്ടും പഠിച്ചപ്പോൾ ഇയ്യോബിനെ കുറിച്ച് പഠിച്ചപ്പോൾ തലച്ചോറ് പറഞ്ഞു, അതെ, അയ്യൂബ് എന്ന പേരിൽ ഇത് പഠിച്ചിട്ടുണ്ട്. വീണ്ടും വായിച്ചു. ദാവീദിനെ കുറിച്ച് പഠിച്ചപ്പോൾ ദാവൂദ് എന്ന പേരിൽ ഇത് പഠിച്ചിട്ടുണ്ട്. വീണ്ടും ശലോമോനെ കുറിച്ച് പഠിച്ചപ്പോൾ സുലൈമാൻ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ യഹിയ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നറിയാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. അതെന്തിനാ തിരുവനന്തപുരത്ത് പോകുന്നതെന്നല്ലേ? തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവിടെ പോയി അംഗീകരിക്കപ്പെട്ട ഒരു മലയാള ഖുർആന്റെ പരിഭാഷ മലയാളം മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് 2002 ഇത് രണ്ടും തുറന്നു വെച്ച് ഇത് രണ്ടും തമ്മിൽ ചേർത്തൊരു പഠനം തുടങ്ങി. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ അഭിമാനത്തോടെ പറയാം, അങ്ങനെ വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഷമീർ അബ്ദുൽ സലാമിന് അഭിമാനം തോന്നിയെന്ന് ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നതിലേറെ സന്തോഷിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ചോദ്യം വരും, അത്ര ഇഷ്ടം തോന്നാൻ എന്താണോ ഈ ബൈബിളിന്റെ പ്രത്യേകത ഷമീറെ എന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിലായിരുന്നു പരസ്യയോഗം. മലപ്പുറത്ത് മേലാറ്റൂരും എപ്പിക്കാട് ടൗണിലുമൊക്കെ നമ്മുടെ സ്വന്തം ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ദൈവം അവസരം നൽകി. അവിടെയൊക്കെ പരിചയപ്പെടാമെന്ന ആളുകളൊക്കെ ചോദിച്ചു, നീ വിട്ടേച്ചു പോയതിനേക്കാളും വലിയ പ്രത്യേകത എന്താണ് ഈ പുസ്തകത്തിലുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നും ഇന്നും എന്നും എവിടെ പോയാലും ആര് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഈ പുസ്തകം അഥവാ ബൈബിൾ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ ആവർത്തിച്ച് പലതവണ ഞാൻ വായിച്ചു തീർത്ത മനുഷ്യനാണ്. എന്നാൽ ഈ പുസ്തകത്തോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം പറയട്ടെ. ഈ പുസ്തകം പലതവണ ആവർത്തിച്ച് വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ അകത്ത് ഒരൊറ്റ പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിന്റെ അകത്ത് മതമില്ല. മതമുണ്ടോ? നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ബൈബിള്. ഇതിന്റെ അകത്ത് മതം പഠിപ്പിക്കുന്നുണ്ടോ? ഇതിന്റെ അകത്ത് മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, മതത്തിൽ ചേരുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, മതം മാറുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ മതത്തെ കുറിച്ച് പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് ഏത്? പറ. വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നവരാന്നാ? മതം മാറ്റുന്ന. വല്ല കാര്യമുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ട് പറഞ്ഞു, പെന്തിക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു ഒരു ചേച്ചി പറഞ്ഞു. അപ്പം ചേച്ചിയോ ചേച്ചിയുടെ ആളുകളോ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു മറുപടി പറയാം. അങ്ങനെ ഞങ്ങൾ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചങ്ങ് കൊണ്ടുപോകണം. ഞങ്ങൾ അതിൻ്റെ പേരിൽ നാളെ ഇവിടെ ഹർത്താലോ കത്തിക്കുത്തോ സമരമോ ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ കൊണ്ടുപോക്കണം. ഈ വെറുതെ ആക്ഷേപിക്കരുത്. ഇത് കഞ്ഞിക്കും പയറിനും ഇറങ്ങി തിരിച്ച മാർഗമല്ല. ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നായി ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ഉപദേശം ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ദേശത്തോട് ഉറക്കെ വിളിച്ചു പറയാം, സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി സിമ്പിളായി ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം. സകല മനുഷ്യനും സൃഷ്ടാവിനെ അറിയണം. അതാണ് വേദപുസ്തകത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇതിനകത്ത് മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? ശേഷിക്കുന്ന സമയം അക്കമിട്ട് പറയുവാൻ കർത്താവിൽ ആശിക്കുന്നു. ഈ പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് മനസ്സിലായ കാര്യം ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ അങ്ങോട്ട് പറയാൻ പോവുക. കേട്ടോ? ആദിയിൽ ദൈവം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭം കുറിക്കുന്നു. ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം. ശേഷം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച ദൈവത്തെ കണ്ടു. ആ ഭാഗം വായിച്ചപ്പോൾ 1-2 പ്രത്യേകത തോന്നിയത് നിങ്ങളോട് പറയാം. കന്നുകാലി ഉണ്ടാകട്ടെ, പറവജാതി ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ പെരുകട്ടെ, പറവകൾ പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ദൈവം ഒരു മനുഷ്യൻ അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുന്നില്ല. പകരം സൃഷ്ടാവായ ദൈവം ദൈവത്തിന്റെ കരങ്ങളാൽ നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപത്തെ നിർമ്മിച്ചു എന്ന് കാണുന്നു. ആ മനുഷ്യനെ നിർമ്മിച്ചു. അനക്കമില്ല, വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന അനക്കമില്ലാത്ത ആ മനുഷ്യന്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരായ മനുഷ്യന്മാരെ, അന്ന് ഈ പുസ്തകത്തിലെ ദൈവ ഊതിയ ജീവശ്വാസമാണ് മനുഷ്യനെന്ന് പേരുള്ള സകല ഇരുകാലികളും മേപ്പോട്ടും കീപ്പോട്ടും വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരി, ഇപ്പൊ നിങ്ങളുടെ ദൈവ ഊതിയ ശ്വാസമാണെന്നോടെ ഞാൻ വലിക്കുന്ന. എന്നാ എനിക്കിനി ഇത് വേണ്ട, തൻ്റെ ഇടം ഉണ്ടേ ഒന്ന് പറ. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഊതുന്നതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ഊതിയെന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റും കൊണ്ടുപോവാ. അത്രയും മതി, നമുക്കല്ലാതെ പിണക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ലോകത്തിലെ സകല മനുഷ്യരോടും ആദ്യത്തെ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഇന്ന് വരെ പറഞ്ഞു കേട്ട 2 പേരേ ഉള്ളൂ, ആദാമും ഹവ്വായും. അത് ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അപ്പൊ ഇന്നാളൊരു മലപ്പുറത്ത് വെച്ചൊരു കാക്ക വന്നിട്ട് എന്നോട് ചോദിച്ചു, ഷമീറെ, താങ്കൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ചരാചരങ്ങൾ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും ഒക്കെ താങ്കൾ ബൈബിളിൽ നിന്നാണ് കണ്ടതെന്ന്. താങ്കൾ പിന്നെ ചെറിയ പ്രായത്തിൽ മദ്രസയിലൊക്കെ പോയെന്ന് പറഞ്ഞെന്ന് കേട്ടു. അവിടെയൊന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് താങ്കൾ പഴയ പുസ്തകത്തിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അതിൻ്റെ അകത്തില്ലേ? ഉണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് അതിൻ്റെ അകത്തില്ലേ? ഉണ്ടെന്ന്. പിന്നെ എന്തിനാ താങ്കൾ അത് വിട്ട് ഇതെടുത്തത്? നിങ്ങൾക്കും തോന്നും അങ്ങനെ ഒരു സംശയം. എന്നാ അങ്ങ് തീർക്കാൻ സംശയം. വേറൊന്നുമല്ല, ഈ പുസ്തകം ലോകത്തോട് ഇത് പറഞ്ഞതിന് ശേഷം ഏകദേശം 600-610 വർഷങ്ങൾക്കപ്പുറത്താണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്തത്. ചിലർക്ക് മനസ്സിലായില്ല, കണ്ണും തെളിയിരിക്കുക. ഈ പുസ്തകം അവർക്ക് ലഭിക്കാൻ കാരണമായി തീർന്ന പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി, അദ്ദേഹം ജനിക്കുന്നത് AD 570 സൗദി അറേബ്യയിൽ ജനനം. AD 570 അദ്ദേഹം ജനിക്കുന്നു. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുറേശ്ശെയായി അദ്ദേഹത്തിന് വേദം നൽകപ്പെട്ടെന്ന് അവർ വിശ്വസിക്കുന്നു. നല്ല കാര്യം. അപ്പോൾ 570 ജനിച്ചു, 40 വയസ്സ് തൊട്ട് കിട്ടി. 570 + 40 സമം പറ. വിരൽ വെച്ചെണ്ണു വന്നോ? പറ. 570 + 40 സമം 610. മിനിമം 610 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ പുസ്തകം ഇത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് വിട്ടേച്ച് ഇതെടുത്തത്. ഇനിയിപ്പോ ഈ നാട്ടിൽ ആർക്കെങ്കിലും വാങ്ങാനത്ത് ഇത് പറയുന്നതിന് 6 മാസം മുമ്പേ പറഞ്ഞെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനാ ഞാൻ പറഞ്ഞു. ഇത് വിട്ടേച്ച് അതെടുക്കാം, പണക്കമൊന്നുമില്ലല്ലോ, പഠിച്ചാൽ പോരെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ സ്വർഗത്തിലെ സൃഷ്ടാവ് മനുഷ്യനെ ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിച്ചു. അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. പക്ഷേ ഈ ചരാചരങ്ങൾക്കും മൃഗജാലങ്ങൾക്കും കന്നുകാലികൾക്കും പറവജാതികൾക്കും ഒന്നും ലഭിക്കാത്ത ഒരു ലോട്ടറി, ഒരു ബോണസ് സൃഷ്ടാവായ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നു. ആ വിലപ്പെട്ട ബോണസ് അതാണ് മനുഷ്യന്റെ അകത്ത് നൽകപ്പെട്ട വിലപ്പെട്ട ആത്മാവ്. ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അങ്ങനല്ലേ? അങ്ങനാണോ? മാങ്ങാനത്ത് നിങ്ങളെ ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടോ? എടീ രമണി, വീട്ടിലെ പട്ടി അങ്ങ് ചത്തു, അടുത്ത ആഴ്ച 16 അടിയന്തരമാണ്, ഇഡലി തിന്നാൻ വരണമെന്നും പറഞ്ഞ് കാർഡും കൊണ്ടുവരാറുണ്ടോ? പറ. ഇല്ല. ക്രിസ്ത്യാനികൾ വിളിക്കാറുണ്ടോ? മറിയാമേ, ഞങ്ങളുടെ പശു അങ്ങ് ചത്തു, പാട്ട് കുർബാനയ്ക്ക് അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തുപോയി, 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാലോ? പറ. ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന ഇതെല്ലാം നടക്കുന്നില്ലേ? എന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ തലയ്ക്കകത്ത് ബോധമുണ്ട്, മരിച്ചവൻ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു, അതിന് മോക്ഷം ലഭിക്കണമെന്നുള്ള ബോധ്യം. അങ്ങനല്ലേ? അപ്പൊ വിലപ്പെട്ട ആത്മാവുള്ളവനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനോഹരം. വീണ്ടും വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്യുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കന്റെ പേര് പറ. എന്തോ നഷ്ടപ്പെട്ട പോലെ, വല്ലോ നഷ്ടപ്പെട്ടോ? ചെറുക്കന്റെ പേരെന്തോ? പറ. ആദം. പെണ്ണിന്റെ പേര് ഹവ്വ. കല്യാണം നടന്ന ഓഡിറ്റോറിയം
ഏതൻ കല്യാണം നടത്തിയ ഉപദേശി ആ സെൻട്രൽ പാസ്റ്റർ ഒന്നുമല്ല, യഹോവയായ ദൈവ ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നതെന്നും കൂടെ ഒന്ന് പറയാം. ആദമെന്ന് പറയുന്ന ചെറുക്കൻ ഈ ഏദൻ തോട്ടത്തിൽ നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി വലിച്ചു പൊട്ടിച്ച് അവ്വായുടെ കഴുത്തേലിട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി എന്ന് കൂന്നഞ്ചാറ് അങ്ങനെ വല്ല മുറുക്കിയോ പറ? മിണ്ടുന്നില്ല. അങ്ങനെ വല്ല മുറുക്കിയോ പറ? അങ്ങനൊന്നും മുറുക്കിയില്ല. അതാ ഈ പെന്തിക്കോസുകാർ മുറുക്കാത്ത. മനസ്സിലായോ? ഇനി ചോദിക്കരുത്. കറുത്ത ചരട് പോലും ഇല്ലയോടി? ഇല്ലെന്ന്. അപ്പൊ ഈ മുറുക്കൊന്നും ദൈവം കണ്ടുപിടിച്ചതല്ല. പിന്നെ ആരാ ഉപദേശി മുറുക്ക് കണ്ടുപിടിച്ചത്? അത് ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ച ഇടങ്ങേറ. എന്തിനാ? അവന് തോന്നുമ്പോ ഇത് പൊട്ടിച്ച അടുത്ത മുറുക്കാൻ. അപ്പൊ അവൻ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രമാണ് എന്ത്? മുറുക്ക. അയ്യോ, ഇത് ചിരിക്കാൻ പറഞ്ഞല്ല, പിന്നെന്താ? ദൈവം യോജിപ്പിച്ച ഒരു ഉടമ്പടിയിലൂടെ. ആ ഉടമ്പടിക്കകത്ത് വലിയൊരു കുടുക്കുണ്ട്. എന്താ കുടുക്ക്? ഉടമ്പടി. ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് ദൈവസാക്ഷിയായി ഉടമ്പടി ചെയ്യുന്ന കല്യാണം. അതിനകത്തൊരു കുടുക്കുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ജീവിതം ഇല്ല. ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എന്റെ ശരീരത്തിൽ അസ്ഥി ഉണ്ട്, മാംസം ഒട്ടുമില്ല. പിള്ളേർ എന്നെ പൊക്കിയെടുത്ത് ലാബിയെ കൊണ്ട് തൂക്കിയിടുക പഠിക്കാൻ. അങ്ങനല്ലേ? മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ. എഴുന്നേറ്റ് ഇവിടെ നിൽക്കുവോ? ഇല്ല. മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അസ്ഥിയും മാംസവും തമ്മിൽ ഒരുമിച്ചുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഷമീർ കൊല്ലത്തിന്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? പറ. ഉണ്ട്. എന്നാ അത് ഷമീർ കൊല്ലം മരിച്ച് പെട്ടിക്കകത്ത് കിടത്തി നിങ്ങളെല്ലാം ഇതുപോലെ വന്നുകൂടി പന്തലൊക്കെ ഇട്ട് ഉപദേശിമാരൊക്കെ ഇതുപോലെ വന്നിരുന്ന് മൈക്കൊക്കെ എടുത്തു വെച്ച് പിന്നെ എന്നെ കുറിച്ച് അങ്ങോട്ട് തള്ളിമറിക്കുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ ഭയങ്കര ധീര പോരാളി പൗലോസിനെ പോലെ എന്നൊക്കെ പറയും. ജീവിച്ചിരിക്കുമ്പോൾ വെക്കാവുന്ന ഭാരം മൊത്തം എനിക്കിട്ട് വെച്ചേച്ച് ചാകുമ്പോൾ എന്നെ കുറിച്ച് തള്ളാൻ ഒരുത്തനും അങ്ങോട്ട് വരരുത്. ഞാൻ അങ്ങനെ പറയുന്നത്. നല്ല വാക്ക് പറയുന്നെങ്കിൽ എപ്പോൾ പറയണം? പറ. ജീവിച്ചിരിക്കുമ്പോൾ പറയാം, പാസ്റ്റർ എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കും ഒരു സന്തോഷം, മുമ്പോട്ട് പോകാനൊരു ഊർജ്ജം അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഭാരം മൊത്തം വെച്ചേച്ച് ചാകുമ്പോൾ തള്ളരുത്. അപ്പൊ ഞാൻ മരിച്ച് പെട്ടിക്കകത്തിട്ട് ആളുകളൊക്കെ വന്നുകൂടി എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് ഉഴുന്നുവടയും ചായം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി മണിക്കൂറുകളൊക്കെ പിന്നിടുമ്പോൾ എന്റെ അസ്ഥിയും മാംസവും വേർപെട്ട മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കാലം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യന്റെ തലച്ചോറിനകത്തൊരു ചിന്ത പൊങ്ങി, ചാകുന്ന വരെ ഇതിനെയൊക്കെ ചുമക്കണമല്ലോ എന്നോർത്തപ്പോൾ സൂത്രത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് മുറുക്ക്. മറ്റേതാണ് ചാകുന്ന വരെ കൊണ്ട് നടക്കണം. മുറുക്കാകുമ്പോൾ ഇവന് ദേഷ്യം വരുമ്പോൾ വലിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് വേണ്ടാടി എന്ന് പറഞ്ഞ് ഇവന് ഊരിപ്പോയി അടുത്ത മുറുക്ക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രമാണ് ഈ മുറുക്ക്. അതുകൊണ്ട് ആ ദൈവ കുഞ്ഞുങ്ങള് കെട്ടുതാലിയുടെ ബലം പോലും ഇല്ലെങ്കിലും കൃപയാൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള കാരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അല്ലാതെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഉടമ്പടി പ്രകാരം യോജിക്കപ്പെട്ടു. ആദം ഹവ്വ ദമ്പതികൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് ഷമീർ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായ ഒന്നാം ഘട്ടം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? മനോഹരമായിരിക്കുന്നു. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ രണ്ട് മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ലല്ലോ. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. പിന്നെ എവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം? കാതലായ വിഷയത്തിലോട്ട് ഓടിക്കേറുക. കാതലായ വിഷയം എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രം, ഇരുട്ടിന്റെ ആത്മാവ്. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ മനുഷ്യന്മാര് പല പേരുകളിൽ വിളിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ്. അപ്പൊ ചിന്തകൾ ഒത്തിരി വരും. ഇതിന്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു, ആര് സൃഷ്ടിച്ചു എന്നൊക്കെ ചോദ്യം വരും. എല്ലാം വിവരിക്കണമെങ്കിൽ സമയം വേണം, നിർത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് പിന്നാലെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. സകല മനുഷ്യർക്കും അറിയാം. പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ച് ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കും മുമ്പ് ദൂതസംഘത്തെ സൃഷ്ടിച്ചു. ദൂതസംഘത്തിൽ ഒരുവൻ അവൻ പാട്ട് സംഘത്തിന്റെ നേതാവെന്നൊക്കെയാണ് പണ്ഡിതന്മാരെ വിലയിരുത്തുന്നത്. പാട്ട് സംഘത്തിന്റെ നേതാവ്, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ അവനായിരുന്നു അല്ലേ? അവന് വെട്ടുകൊണ്ട് വീണപ്പോൾ കസേര ഒഴിഞ്ഞു. ഇപ്പൊ അല്ലേലും ഗുഡ് ന്യൂസിലൊക്കെ പരസ്യം വരുന്നുണ്ട്, വർഷിപ്പ് ലീഡറെ കരിയമ്മന്റെ കസേര ഒഴിഞ്ഞു കിടക്കുക. അതുകൊണ്ടാ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയൊക്കെ ഉണ്ടാക്കാൻ നടക്കുക നമ്മുടെ പാസ്റ്റർമാര്. വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞൊരു തസ്തിക ഒന്നും വേദപുസ്തക അടിസ്ഥാനമില്ല. പാട്ടിന് ലീഡറാകുക, അതിന് തെറ്റൊന്നുമില്ല. ബെന്നി സഹോദരൻ ലീഡ് ചെയ്ത് പാടി, നമ്മൾ കൂടെ പാടി, അതിന് പ്രശ്നമൊന്നുമില്ല. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധനയ്ക്ക് ലീഡർ ഇല്ല. ലീഡ് ചെയ്ത് ആരാധിപ്പിക്കുന്നതല്ല ആരാധന. നീ മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. ഒരുദിനം ഇവിടെ കയറി ചെയ്യുന്ന പോരാ 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 ശക്തിയോടെ പോരാ, ഇവനാണോ തീരുമാനിക്കുന്ന പോരാന്ന്? മനസ്സിലാക്കുന്നുണ്ടോ? വർഷിപ്പിന് ലീഡർ ഇല്ല പ്രിയപ്പെട്ടവരെ.
ഒരു ദിവസം കാലത്തെ ദൈവം കിടക്കേന്ന് എഴുന്നേൽപ്പിച്ചെങ്കിൽ, ആരോഗ്യം തന്നെങ്കിൽ, ഈ ഗ്രൗണ്ട് വരെ വരാൻ ദൈവം ആരോഗ്യം തന്നെങ്കിൽ, നോക്ക്, ഒരനർത്ഥമില്ല ദൈവം സൂക്ഷിച്ചെങ്കിൽ, അങ്ങനെ ദൈവം ഓരോ ദിവസവും നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് പരപ്രേരണയില്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമാണ് ആരാധന എന്ന് പറയുന്നത്. അത് അടുത്തു നിൽക്കുന്നവൻ കൈ അടിച്ചാലും കൈ അടിച്ചില്ലേലും എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അല്ല, ചില സംഘാടകർക്ക് ഉണ്ട് ഈ കുഴപ്പം. ഞാനത് പറഞ്ഞേക്കാം. ചില സംഘാടകർ പാവപ്പെട്ട പാട്ടുകാരെ പിടിച്ച് കരുത്തെ പിടിച്ചിട്ട് പറയും, ഇന്നലെ നിങ്ങളുടെ വർഷിപ്പ് അത്ര അങ്ങോട്ട് പോരായിരുന്നു, നാളെ ഇച്ചിരൂടെ മൂപ്പിക്കണമെന്ന്. ഇങ്ങനെയുള്ള പാട്ടിനൊന്നും പാട്ടുകാർ കൂട്ടി നിൽക്കരുത്. നിങ്ങൾ പാടിയാൽ മതി, വേണ്ടവർ ആരാധിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ട് മൂപ്പിക്കാൻ നടക്കുന്ന പാട്ടുകാരൊന്നും വേണ്ട. വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു തസ്തികയും വേദപുസ്തകത്തിൽ ഇല്ല. പാട്ട് സംഘത്തിന്റെ നേതാവെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്ന ദൂതന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ചിന്ത വന്നെന്ന. എന്താ ചിന്ത? അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മീതെ ഞാനിരിക്കും. നാട്ടുഭാഷ പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം. അന്ന് ഈ ആരാധന സ്തുതിയും അകത്തും പുകഴ്ചയല്ല എനിക്ക് കിട്ടുമെന്ന് ഹൃദയത്തിന്റെ അകത്ത് ചിന്തിച്ചെന്ന്. എന്റെ ഭാഷ പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് ഈ കസേരക്കുള്ള അടി. ഇന്നും തീർന്നിട്ടില്ലല്ലോ, ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കസേരയ്ക്ക് അടിക്കുന്നവന്റെ എല്ലാ ഉള്ളിൽ ഈ ചെകുത്താന്റെ ആത്മാവാണ്, ലൂസിഫറിന്റെ ആത്മാവ്. അതിന് കുമ്പനാട്ടായാലും പുനലൂരായാലും മുളക്കുഴയായാലും എവിടെ ആയാലും കസേരയ്ക്ക് അടിക്കുന്നവന്റെ എല്ലാ ഉള്ളിൽ ഈ ചെകുത്താനാണ്. ഇവനെ ഒന്നും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. ഇനി യേശുവിന്റെ ആത്മാവാണ്. ഞാൻ നോക്ക്, ഞങ്ങൾ രണ്ടും ദൈവദാസന്മാരാ, സഹശുശ്രൂഷകന്മാരാ. ഞങ്ങളുടെ മുമ്പിൽ രണ്ടുപേരുടെ നടുക്ക് ഒരു കസേരയുള്ളൂ. അപ്പൊ ഈ കസേരയ്ക്ക് വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നെങ്കിൽ നോക്ക്, ഞാൻ ഈ ദൈവദാസൻ, എൻ്റെ സഹശുശ്രൂഷകൻ, എൻ്റെ കൂട്ടു സഹോദരനെതിരെ ഞാൻ എന്ത് ചെയ്യണം? ആരോപണങ്ങൾ പറഞ്ഞ്, ഇല്ലാത്തത് പറഞ്ഞ്, ഊമക്കത്തയച്ച്, വേണ്ടാത്തതും വേണ്ടുന്ന എല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് വിരോധമായി നിൽക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എന്നിൽ പരിശുദ്ധാത്മാവല്ല, പകരം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കും. യേശു പഠിപ്പിച്ചു, നിങ്ങളിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അങ്ങനെ ഒരു ആത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഈ ദേവദാസനെ ആ സ്ഥാനം ഏൽപ്പിക്കണം, അദ്ദേഹം അതിന് കഴിവുള്ളവനാണ്, നിങ്ങൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ഇരുത്തണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന മനോഭാവമാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുറെ ആൾ ദൈവങ്ങളെ പോലെ ഈ റവയും മൈദായും ഒക്കെ കാണുന്ന ടീമുകളുണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? പാവപ്പെട്ട ട്രാക്ട് കൊടുത്ത് സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ദൈവദാസന്മാർ, ഞാൻ എത്രയോ വേദികളിൽ സാക്ഷിയാണ്. എത്രയോ പാവപ്പെട്ട തോളി സഞ്ചി നോക്കിയ പാവപ്പെട്ട ദൈവദാസന്മാർ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ ATM കാർഡ് ഇടുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഉരയ്ക്കും. സ്തോത്രം, ഇങ്ങനെ ഒന്ന് ഉരച്ചു പറയും, ലോണ്ടല്ല അവിടെ അപ്പുറത്ത്, അവിടെ പോയിരുന്നുള്ള അങ്ങോട്ട് പറയും. ഇച്ചിരി കഴിയുമ്പോഴാണ് കാറിൻ്റെ അകത്ത് റവയും മൈദായും ഒക്കെ ഇങ്ങനെ കുടവേറോട്ട് ഇറങ്ങി വരുമ്പോൾ യഹോവയായ ദൈവം വന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഞാനും എഴുന്നേക്കാനൊന്നും പോകത്തില്ല. കാര്യം ആമേൻ, ആ ചെറിയ സഹോദരൻ ഓരോ ദിവസവും ആത്മാക്കളെ നേടി, ഓരോ ദിവസവും അലഞ്ഞു തിരിഞ്ഞ് ട്രാക്ട് കൊടുത്ത് സുവിശേഷം പറഞ്ഞ് അനേക നിന്നയും പരിഹാസവും സഹിച്ച് സ്വർഗത്തിൽ പ്രതിഫലം കൂട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഇങ്ങേര് വല്ല ശവമടക്കിനും പോകും, ഉദ്ഘാടനത്തിനും പോകും, പിന്നെ വല്ല കല്യാണത്തിനും പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് പിണക്കമുണ്ടെങ്കിൽ മേലെ എന്നെ വിളിക്കരുത്. ഞാൻ മീറ്റിംഗ് തപ്പി നടക്കുന്നവനൊന്നുമല്ല. വിളിച്ചാൽ ഉള്ളത് പറയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ. ആമേൻ. അങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനെ സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്തത് ദൈവത്തിന്റെ കസേര മോഹിച്ചവൻ, ദൈവത്തിന്റെ വെട്ടുകൊണ്ട് വീണവൻ, ദൈവമോ അവൻ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നറിയുന്ന മഹാദൈവം, അവന്റെ പദവിയിൽ നിന്ന് അവനെ വെട്ടിക്കളഞ്ഞെന്ന്. ഈ ഇരുട്ടിന്റെ ആത്മാവ് പിശാച്, മനസ്സിലാകുന്നുണ്ടോ? ചുട്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്തവൻ പിശാച്. പിശാചിനെ കുറിച്ച് 1-2 വാക്ക് മാത്രം പറയാം, വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി 1-2 വാക്ക്. പിശാച് എന്ന് പറഞ്ഞ ചില ആളുകളുടെ ചിന്ത, പണ്ട് ഒനിഡാ ടിവിയുടെ പരസ്യത്തിൽ ഒരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ല് ഉന്തി വിളിച്ചോണ്ട് വരും. അതുപോലെ എങ്ങാണ്ടൊരു രൂപമാണ് പിശാച് എന്നാണ് ചിലരുടെ ചിന്ത. തെറ്റിദ്ധാരണ മാറ്റണം. പിശാച് എന്ന് വേദപുസ്തകം പറയുന്നത് ഒരു മാനുഷിക ശരീരമുള്ളവൻ അല്ല. പിന്നെന്താ? ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ് അവനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവനൊരു ആത്മാവാണ്, ഇരുട്ടിന്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ ഇവൻ എന്നും പ്രവർത്തിക്കാൻ ചില ശരീരങ്ങളെ അവൻ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യുമെന്ന്. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉപദേശം ഉണ്ട്. ഗദരദേശം എന്ന് പറഞ്ഞ ദേശം, ഒരു മനുഷ്യന്റെ മേൽ ഇവൻ കയറിയിരിക്കുക. കർത്താവ് വന്ന് ശാസിച്ചു. ഇവൻ എങ്ങോട്ട് പോയി? പറ. പന്നിക്കൂട്ടത്തിലേക്ക്. മനുഷ്യനായാലും മൃഗമായാലും ഇവൻ പ്രവേശിക്കും. അപ്പൊ മനുഷ്യന്മാർ ഒരു കാര്യം കേട്ടോണം, ചോദിക്കും, പാസ്റ്ററെ അങ്ങനെയാണെങ്കിൽ ഏത് ശരീരത്തിലാ ഇവൻ പ്രവേശിക്കാൻ സാധ്യത കൂടുതൽ? ഇന്ന് രാത്രി ഉത്തരം പറയാം. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു അകത്തില്ലാത്ത ഏതു ശരീരവും അവൻ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രാരംഭത്തിൽ പറയാം, ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയമാ. ദൈവത്തെ സ്വീകരിച്ചാൽ ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. മനസ്സിലായോ? ക്രിസ്തു അകത്തില്ലാത്ത സകല ശരീരത്തിലും അവൻ ആക്സസ് ഉണ്ട്.
അപ്പൊ ഈ ഇരുട്ടിന്റെ ആത്മാവ് അതാ പിശാച്. അല്ല, ചില ആളുകൾ പറയുന്ന പോലെ പിശാച് എന്ന് പറഞ്ഞാൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റിയാരെ വന്ന് വിളിച്ചു നിൽക്കുന്ന ഒന്നുമല്ല പിശാച്. മരിച്ച ആരുടെ ആത്മാക്കൾ ആരെ ഉപദ്രവിക്കാനൊന്നും വരികയില്ല. മനസ്സിലാകുന്നുണ്ടോ? ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പോൾ വെള്ള സാരിയും ബ്ലൗസ്. ദൈവം എന്നാ തുണിക്കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ. മണ്ടത്തരങ്ങള്. ഇനി അതിനേക്കാൾ വലിയ രസം കേട്ടെ, ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ചത്തുപോയിട്ട് തിരിച്ചു വരുന്ന യക്ഷികളെല്ലാം പെണ്ണുങ്ങളാ. അതിന് ആണുങ്ങളെ വിടാത്ത യമാരും ചത്തുപോകുന്നില്ലേ? യമാരും ചത്തുപോകുന്നുണ്ട്. ഉമ്മാരെ ഒന്നും തിരിച്ചു വിടുന്നില്ല, പെണ്ണുങ്ങളെ ആ തിരിച്ച് യക്ഷിയായിട്ട് വിടുന്നത്. എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ പ്രതിഷേധിക്കണം. നിങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ, നിങ്ങളൊക്കെ യക്ഷികളാന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങളെ മാത്രമേ ഇങ്ങോട്ട് വിടുന്നുള്ളൂ. ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. അല്ലാതെ മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ അടുത്തൊരു വീട് കൊടുക്കാനുണ്ട്, ഒരു പെണ്ണ് അവിടെ തൂങ്ങിച്ചത്തോണ്ട് ആരും എടുക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഉപദേശിമാരെ പിടിച്ചോ, ചുളി വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ എപ്പോൾ അടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി. 5 കലറ ഉള്ളൊരു വീട്, 10 കലറ ഉണ്ടെങ്കിലും നിങ്ങൾ ഉപദേശിമാരെ വിളിച്ചോ, ഞങ്ങൾ അപ്പോൾ അടിച്ചെടുക്കും. ചുളു വിലക്ക് കിട്ടണം. ഞങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്യും, പ്രാർത്ഥന നടത്തി കാണിച്ചു തരും. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ദോഷവും വരത്തത്തില്ല. പിന്നെ എവിടെ ഭാഷ മരിച്ചവരെന്ന് ചോദിച്ചാൽ സമയം ഉണ്ടെങ്കിൽ പിന്നാലെ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ നിൽക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആമേൻ, ഈ പിശാച് എന്ന് പറയുന്ന ഇരുട്ടിന്റെ ആത്മാവ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ അവിടെ തെരഞ്ഞെടുത്തത് ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഒന്നായിരിക്കുന്ന പാമ്പിനെ എന്ന് വേദപുസ്തകത്തിൽ കാണുന്നു. തോട്ടത്തിലേക്ക് കടന്നു വന്ന അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞു. ചുരുക്കത്തിൽ അങ്ങ് പറയാം, ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞ വൃക്ഷഫലം ഭക്ഷിച്ചത് നിമിത്തം വേദപുസ്തകം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരും പാപത്തിലായി. ഇതാണ് 2ാം ഘട്ടം. ഇപ്പൊ മനുഷ്യൻ പാപത്തിലായെന്ന് പറയുമ്പോഴാണ് ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഒന്ന്, എടോ ഉപദേശി, ഇത് 2026 ജനുവരി ആയിടോ. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോ എന്ന് പഠനം നടക്കുന്നു. UK ഇരിക്കുന്ന മലയാളി ചന്ദ്രനി 30 ഏക്കർ വസ്തു മേടിച്ചു. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. ഇവിടെ പഴയ കാലമൊക്കെ പോയി കമ്പ്യൂട്ടർ യുഗമായി. ഇതേ കൽക്കരിയുടെ ട്രെയിനൊക്കെ മാറി വന്ദേ ഭാരതായി. ഇപ്പോഴും ഉപദേശിമാര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ പാപിയാണെന്ന് 1ാമത്തെ ചോദ്യം. ശരിയാ, നല്ല ചോദ്യം. പക്ഷെ തിരിച്ചൊരു ചോദ്യം. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശമാർഗം പറക്കുന്നതും സമ്മതിച്ചു. ബഹിരാകാശത്ത് താമസിച്ചിട്ട് വന്നതും സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നതും സമ്മതിച്ചു. ചന്ദ്രനെ വസ്തു മേടിച്ചതും സമ്മതിച്ചു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഞാൻ സമ്മതിച്ചു. ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു, ഒരേ ഒരു ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിന്റെ പേരെന്തുവാ പറ? ട്രെയിൻ എന്നല്ലേ? ഈ ട്രെയിനിന്റെ അകത്ത് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ട്രെയിനിന്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉണ്ട് ടോയ്ലറ്റ്. നമ്മൾ നാട്ടുഭാഷ മലയാളി പറഞ്ഞ കക്കൂസ് എന്ന് പറയും അല്ലേ? ഈ ടോയ്ലറ്റിന്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്താ മാറാത്തെ? നിങ്ങൾ പറ. എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തിൽ വന്നു. കണ്ടുപിടുത്തം മാറി, ഇന്റർനെറ്റ് മാറി, ടെക്നോളജി മാറി, സയൻസ് മാറി, എല്ലാം മാറി. പക്ഷെ ട്രെയിനിന്റെ അകത്ത് ടോയ്ലറ്റിന്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അത് മാത്രം മാറിയിട്ടില്ല. എന്നാ മാറാത്തെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാ. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മാറാത്തത്. സിമ്പിളല്ലേ? അത്രയേ ഉള്ളൂ. നാളെ രാവിലെ മാങ്ങാനത്ത് ബാങ്കിലോട്ട് ചെന്ന് നോക്കിയാൽ, SBIയിലോ ഫെഡറൽ ബാങ്കിലോ ചെന്ന് നോക്കിയാൽ 5 രൂപ വിലയുള്ള ഒരു ലക്ഷ്മി പേന നൂല് കൊണ്ട് പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നു അല്ലേ? 5 രൂപ വിലയുള്ള പേന ഓടിപ്പോകാതിരിക്കാനാണോ കെട്ടിയിട്ടേക്കുന്നത്? അല്ല. പിന്നെ ബാങ്കിൽ മാന്യന്മാർ വരുന്ന സ്ഥലം, ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ മാന്യന്മാർ വരുന്ന ബാങ്കിൽ 5 രൂപയുടെ പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാലും ഉത്തരം സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും മാങ്ങാനത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സകലമാന മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്തൊരു മേഖല ഇന്ന് ഉണ്ടെങ്കിൽ അത് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവമാണ്. അതിന് മാറ്റം വരുന്നില്ല. പിന്നെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പണ്ട് സ്വന്തം പെൺമക്കളെ വെറുതെ വിടുമായിരുന്നു അല്ലേ? പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചു, മക്കളെ അപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ടില്ലേ? ഉണ്ടോ? പറ. എടീ സുമതി, കൊച്ചുപിടി ഇരിക്കട്ടെ, ഞാൻ മാർക്കറ്റിൽ പോയിച്ചത് ആ വരുന്നടി എന്ന് പറഞ്ഞൊരു കാലം. ഇന്ന് ആ കാലം പോയി. ജനിപ്പിച്ച അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിവെച്ച് മാർക്കറ്റ് വരെ പോയിട്ട് വരാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണെന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്തൊരു മേഖല ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. ഈ മനുഷ്യൻ എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു പെൺകുഞ്ഞ് ഉത്തര, അവളുടെ ഹൃദയത്തിന്റെ അകത്തെങ്കിലും ചിന്തിച്ചോ? രാത്രി ഭർത്താവ് ഒരു മൂർഖൻ പാമ്പിനെ കരുതി വെച്ചിട്ടുണ്ട് കടിപ്പിക്കാൻ. ചിന്തിച്ചോ?
ചിന്തിച്ചില്ല. എന്ത് പ്രവർത്തിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. രണ്ട് കൂട്ടുകാര് ചങ്കിടിപ്പ്, രണ്ട് ചങ്കിടിപ്പ് കൂട്ടുകാർ ഒരുമിച്ച് ബിവറേജിൽ പോയി കുപ്പിയെടുത്തു. മേശപ്പുറത്ത് കുപ്പി പൊട്ടിച്ച് അടി തുടങ്ങി. കുപ്പി അടിച്ചു തീർന്നപ്പോൾ ചങ്കിന്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? അതാ പറഞ്ഞത്, മാറ്റം വരാത്തൊരു മേഖല ഇരുകാലി മനുഷ്യന്റെ സ്വഭാവമാണ്. മാറുന്നില്ല. മനുഷ്യൻ എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ജീവിയാണ്. കാരണം അവന്റെ അകത്താണ് പാപം എന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നത്. ഈ ഇരുട്ടാണ് മനുഷ്യനെ സകല തിന്മകളിലേക്കും വലിച്ചുകൊണ്ട് പോകുന്നത്. എന്തിനധികം പറയുന്നു? പണ്ട് കാലത്ത് മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം, രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ പിള്ളേരെ കുറിച്ച് ടെൻഷനില്ല. കാരണം 10 തൊട്ട് 4 വരെ പിള്ളേരെവിടാ? സ്കൂളിലാ. അവിടെ എൻ്റെ മക്കൾ സുരക്ഷിതനാണ് എന്ന് ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഏത് സമയം? 10 തൊട്ട് 4 വരെ. പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന് നല്ല ബോധത്തോടാണോ വരുന്നത്? ബാഗിൻ്റെ അകത്ത് MDMO കഞ്ചാവോ മയക്കുമരുന്നോ ഉണ്ടോ, പുറകെ പോലീസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് തീ പിടിക്കേണ്ട അവസ്ഥയാണ്. കാരണം കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന ലഹരി ഭാവി തലമുറയെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ തലച്ചോറുള്ളവൻ മനസ്സിലാക്കണം. എല്ലാ മേഖലകളും മാറുന്നു, എല്ലാ കണ്ടുപിടുത്തങ്ങളും മാറുന്നു, എല്ലാ ടെക്നോളജികളും മാറുന്നു. മാറ്റം വരാത്ത ഒന്ന് ഇന്നും തുടരുന്നു, ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അത് മാറുന്നില്ല. കണ്ടുപിടുത്തം മാറിയിട്ടും മാറുന്നില്ല, ഭരണകൂടങ്ങൾ മാറിയിട്ടും മാറുന്നില്ല. ഇരട്ട ചങ്കുള്ള നേതാവായി ഇന്ന് ഭരിക്കുന്നേ, എന്നിട്ട് ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളില്ലേ? ഉണ്ട്. എന്താ കാര്യം? പിണറായി രാജിവെക്കണമെന്ന് ആണോ? പിണറായി രാജിവെച്ചാലും VD സതീശൻ വന്നാലും ഇനി BJP-കാരൻ കയറിയാലും ഒരു കാര്യം മനസ്സിലാക്കണം, പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഭരണഘടനയ്ക്കില്ല. അതുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ അവസാനിക്കണമെങ്കിൽ മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉലകത്തിൽ ആരെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ അന്ന് ഞങ്ങൾ ഉപദേശിമാർക്ക് റിട്ടയർമെന്റ്, ഞങ്ങളുടെ പ്രസംഗത്തിനല്ല, അന്ന് അവസാനം. പാപത്തെ ഒഴിവാക്കാൻ പറ്റുന്ന, പാപത്തെ പുറത്താക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സകല മനുഷ്യരും പാപിയാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. എന്താ ചോദ്യം? എടോ ഉപദേശി, പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പാപം? പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുക, അനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, ആപ്പിൾ തിന്ന് ഭാവി ആയിക്കോട്ടെ, അതിന്റെ പേരിൽ ആദമോ ഹവ്വയും ആപ്പിൾ തിന്നതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ ഭാവിയാന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ? ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് ഭാവി എന്ന് വിളിക്കുന്നത് എന്തിനാ? മനോഹരമാ, നല്ല ചോദ്യം. അങ്ങനെ ചോദ്യം വരണം. ഇനി ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഒരു പഴം തിന്ന ആപ്പിൾ തിന്നതാണോ? ആപ്പിളൊന്നും ഓറഞ്ചെന്നൊന്നും ബൈബിളിൽ ഇല്ല. എന്നാലും പലരും ഇതിനെ എന്താക്കി വെച്ചിരിക്കുക? ആപ്പിളാക്കി. ഇരിക്കട്ടെ, നല്ല പഴമല്ലേ, ദോഷമൊന്നുമില്ല, ആപ്പിൾ ഇരിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച ആപ്പിൾ ഇരിക്കുന്നത്. അവ കടിച്ചാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും കടിച്ചതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു പഴം തിന്നതാണോ പാപം എന്ന് ചോദിച്ചാൽ പറയാം, കേവലം ഒരു പഴം തിന്നതാണോടോ ഉപദേശി പാപം? അല്ലല്ല. പിന്നെന്താ ഈ പാപം? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അതിരുതർക്കം, രണ്ട് വീട്ടുകാരും തമ്മിൽ വാക്കേറ്റമായി, ബഹളമായി. നാട്ടുകാർ സ്വാഭാവികമായും പോലീസിനെ വിളിക്കും. പോലീസുകാർ വന്നേച്ച് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എൻ്റെ ചാക്കോച്ച, ഇതൊന്നും മേപ്പോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല, എല്ലാം ഇവിടെ ഇട്ട്, ഇനി എന്തെല്ലാം വാങ്ങി കൂട്ടിയാലും മേപ്പോട്ട് പോകുമ്പോൾ ഒരു കല്ല് പോലും കൊണ്ടുപോകും. ചില അച്ഛന്മാർ കണ്ടിട്ടില്ലേ, എൻ്റെ ഇഷ്ടിക, ഇവന്റെ ഇഷ്ടിക ഇവൻ തലയിൽ വെച്ചോണ്ട് പോകുമോ? ഒരൊറ്റ ഇഷ്ടിക പോലും കൊണ്ടുപോകത്തില്ല. എന്നാലും സമ്മതിക്കുകയല്ല. അപ്പുറത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. അവരും ക്ഷമിക്കുകയല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറയുന്നു, എന്നാ പിന്നെ കോടതി കേസെടുക്കട്ടെ. കേസെടുക്കും. കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിൽ അടിച്ചേക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി? രണ്ട് കൂട്ടർക്കും മനസ്സിലായി. എന്നാണ്ട് ആ മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കറിഞ്ഞ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. 2 രൂപയുടെ വള്ളിക്കയർ, ഞങ്ങൾ കൊല്ലത്തുകാര് ഇഴക്കയറെന്ന് പറയും. 2 രൂപയുടെ ഇഴക്കയർ മേടിച്ചോണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയടിച്ച് സർവേറെ വിളിച്ച് അളന്ന് തിരിച്ച് കുറ്റിയടിച്ച് വെച്ചു. ഇനി കോടതിയിൽ നിന്ന് വിധി വരുന്നവരെ നിങ്ങൾ ഇവിടെ തമ്മിലടിക്കരുത് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലൊരു ചെറുക്കനുണ്ട്, തലതെറിച്ച ചെറുക്കന. അവനൊരു വിച്ചാത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടിവെച്ചു പോയേക്കുന്ന കയറ് മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി താണ്ട തിരിച്ചു വന്നു. ആരാ കയറ് മുറിച്ചേ? അതുകൊണ്ടല്ല, അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് പിടിച്ചു. അവനെ ചെവിക്കല്ലിട്ട് ഒറ്റ അട്ടി കൊടുത്തിട്ട് പറഞ്ഞു, കേരള ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ടു. ഒന്ന് ശ്രദ്ധിച്ചേ,
ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ട് ഒരു അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ആ അമ്മച്ചി പറഞ്ഞ ഒരു ഡയലോഗ് നാട്ടുകാർ ശ്രദ്ധയോടൊന്ന് കേട്ടെ. ആ അമ്മച്ചി പറയുക, അയ്യോ എന്തരടി ആ കൊച്ചിനെ ഇട്ട് അടിക്കുന്നേ, 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. മനസ്സിലായോ? അപ്പൊ അമ്മച്ചിക്ക് എന്ത് മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിന്? അതുകൊണ്ട് മത്താടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ച ആ കൊച്ചിനെ അങ്ങ് വിട്ടേക്കാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? പറ. ഇല്ല. കാരണം 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നു എന്നുള്ളതാണ് വിഷയം. ഇന്ന് രാത്രി പറയാം, കേവലം ഒരു പഴം തിന്നതല്ല കുഞ്ഞെ പാപം. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനോട് ചെയ്യരുത് എന്ന് ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം മനുഷ്യൻ ലംഘിച്ചത് കൊണ്ട് വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. അപ്പൊ പഴം തിന്നതല്ല പാപം. 2, അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ ഉപദേശി? 2ാമത്തെ ചോദ്യം. ഉത്തരം ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം നിലനിൽക്കുന്നു. പേര് HIV എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം, അല്ലെ? ഈ HIV എയ്ഡ്സ് രോഗം ബാധിച്ച ഒരു അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആരായിരിക്കുമെന്ന് പറ? എയ്ഡ്സ് രോഗിയായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താന്നൊന്ന് പറഞ്ഞു തന്നേ. ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഈ ചോരക്കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ എയ്ഡ്സ് രോഗിയായി ജീവിക്കാൻ വേണ്ടി ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? ഒരു തെറ്റും ആ കുഞ്ഞ് ചെയ്തിട്ടില്ല. കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഒരു തെറ്റും കുഞ്ഞ് ചെയ്തില്ല. പിന്നെ അങ്ങനെ കുഞ്ഞു രോഗിയായി? ഉത്തരം, അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഒരു ജന്മം മുഴുവൻ ഇവിടെ അനുഭവിച്ചു തീർക്കുന്നു നമ്മുടെ കൺമുമ്പിൽ. ഒരു ഡിഗ്രിക്കും എതിർപ്പില്ല, ഒരു സയൻസിനും എതിർപ്പില്ല, ഒരു ബുദ്ധിമാന്മാർക്കും തർക്കമില്ല. എന്താ കാരണം? അവർക്കൊരു ഉത്തരം പറയാനുണ്ട്. ഉപദേശി, അത് പിന്നെ ആ മാതാപിതാക്കളുടെ രക്തത്തിലൂടെ അങ്ങോട്ട് വന്നേല്ലേന്ന്. ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നതിന് വേദപുസ്തകം പറയുന്ന ഉത്തരവ് ഒന്ന് കാതു തുറന്ന് കേട്ടോ. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:26. ഒന്ന് ശാന്തമായി വായിച്ചു കൊടുത്ത്. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഇവിടെ 2 പോയിന്റ്, അവിടെ 2 ചിന്തയുണ്ട്. ഒന്ന്, അവൻ എന്നൊരു പ്രയോഗമുണ്ട്, അത് ദൈവത്തെ കുറിക്കുന്നു. ഒരുത്തൻ എന്നൊരു പ്രയോഗമുണ്ട്, ആദമിനെ കുറിക്കുന്നു. നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. അവൻ എന്നുള്ളിടത്ത് ദൈവവും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമും ചേർത്ത് വായിക്കാം, പുറത്ത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. വായിച്ചോ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദാമിൽ നിന്ന് മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി. കാതു തുറന്ന് കേട്ടോ നാട്ടുകാര്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമെന്ന് പറഞ്ഞ ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ആദാമ്യ രക്തത്തിൽ നിന്ന്, ഒറ്റ രക്തത്തിൽ നിന്ന്, കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ചരട് കെട്ടിയവനും കുടുംബ കെട്ടിയവനും എല്ലാം ഒറ്റ രക്തത്തിന്റെ ഉടമ. ഇതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ചരട് കെട്ടിയവനും ഒരൊറ്റ രക്തത്തിന്റെ ഉടമയാണെന്നും എന്നെ അവനെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും കൂടപ്പിറപ്പുകളായി കാണുമെന്നും പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? പറ. സ്തോത്രം. ഇനി പറയാം എന്തിനാന്ന് കേട്ടോ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ പുള്ളി ആരാ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുക്കാൻ പറ്റുന്നവൻ അല്ല. ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുക്കാൻ പറ്റുന്നവനല്ല. ആര്? ദൈവം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് തളച്ചിടാൻ പറ്റുന്നവനല്ല. ആര്? ദൈവം. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. പിന്നെയോ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ജില്ലക്കകത്തോ പഞ്ചായത്തിന്റെ അകത്തോ ദൈവത്തെ തളച്ചിടാൻ നോക്കുവോ? ദൈവം ഇനി മുതൽ കോട്ടയം ജില്ലയിലുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഇനി കോട്ടയം ജില്ലയിലോട്ട് പോരെ, 6 മാസം പുള്ളി ഇവിടെ ഉണ്ടാവും. അങ്ങനാണോ? ദൈവം അങ്ങനാണോ? ദൈവത്തെ ഒരിടത്തും തളച്ചിടാൻ ഒക്കത്തില്ല.
മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് പറയും. അതുപോലെ അനുസരിക്കുന്നവനല്ല സൃഷ്ടാവായ ദൈവം. MBBS MDയും ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേച്ച് ഒടുവിൽ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മനസ്സിലായോ? ഇവിടെ പറയാ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ചോദ്യം വരും, എവിടാ ഉപദേശി ദൈവം കുടിയിരിക്കുന്നത്? അതൊന്ന് പറഞ്ഞതാ, ഒന്ന് പോയി കാണാനാ. പറഞ്ഞുകൂടെ 24 വാക്യം വായിച്ചുകൂടെ. 24 വാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ലോകവും ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ആര് വസിക്കുന്നില്ല? ദൈവം വസിക്കുന്നില്ലടോ മനുഷ്യന്മാരെ. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. അങ്ങനെ വസിച്ചാൽ ഭൂമി കുലുങ്ങുമ്പം പള്ളി കുലുങ്ങി താഴെ വീണാൽ വിശ്വാസികളെല്ലാം കൂടെ വെളിയിലിറങ്ങി എന്ന് എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരത്തില്ലേ? മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടങ്ങളിലും ദൈവം വസിക്കുന്നില്ലെന്ന് തിരുവെഴുത്ത് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞല്ല, തിരുവചനം പറയുന്നു. ലോകവും അതിൽ കാണുന്ന സകലത്തെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ലെന്ന്. മനസ്സിലായോ? വേണ്ട, ഡിഗ്രി ഒന്നും വേണ്ട മനസ്സിലാക്കാൻ. ഒരു കുഞ്ഞു കാര്യം പറയടാ മക്കളെ. മനുഷ്യനെ സൃഷ്ടിച്ച ആരാടാ? പറ, പിള്ളേർ പറയട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. കണ്ടോ, കൊച്ചു പിള്ളേർ പറയാ മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? മനുഷ്യൻ. കണ്ടോ, പിള്ളേരുടെ തലയിൽ കയറിയിട്ടും ഇവിടെ ഉള്ള വലുതിന്റെ തലയിൽ കയറുന്നില്ല. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. അവനാണ് ദൈവത്തെ സൃഷ്ടിച്ചു തരുന്നത്. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ലിപ്സ്റ്റിക് ഇട്ട വേണം, ഇടാത്ത വേണം. ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. ഒന്ന് ചിന്തിച്ചു നോക്കേ, മണ്ടന്മാരായ മനുഷ്യന്റെ ചിന്താഗതികൾ പോകുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് തലയിൽ കയറിയിട്ടും വലുതിന്റെ തലയിൽ ഇത് കയറുന്ന വേണ്ട. ഇനി അതൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. പക്ഷേ 2018 പ്രളയം വന്നുവല്ലയോ? വന്നു. പറ, ഉള്ളത് പറ. വന്നോ പറ, അങ്ങോട്ട് വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? സത്യം പറ, ഉള്ളതേ പറയാവോ? സത്യം പറ. പോയില്ലോ. നമ്മളിപ്പോൾ മറ്റുള്ളവരെ പറയുന്ന മോശം, അതുകൊണ്ട് നമ്മുടെ തന്നെ പറയുന്നത്. ഒഴുകിപ്പോയില്ലയോ? പോയി. ഇപ്പൊ ചാക്കോച്ചൻ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പം യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നു? ഹെലികോപ്റ്റർ വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് നിങ്ങൾ പറയാവൂ, കള്ളം പറയരുത്. ചാക്കോച്ചൻ മേലോട്ട് നോക്കി ഒറ്റ വിളിക്കുകയാണ്, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്ന് എന്നെ രക്ഷിക്കുന്നതാണോ വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ? സത്യം പറ, കള്ളം പറയരുത് പ്ലീസ്. സത്യം പറ. ചാക്കോച്ചന്റെ സ്ഥാനത്ത് നിങ്ങളായാലും ഞാനായാലും എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു. അപ്പൊ ഹെലികോപ്റ്റർ താഴോട്ട് ഇറക്കി വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ഓക്കെ. 3 ആഴ്ച കഴിഞ്ഞ് ചാക്കോച്ചൻ വെള്ളമൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ നോക്കിയപ്പം ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചാൽ അതിനോട് പറയുക എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറ. മനസ്സിലാകുന്നോ? സാക്ഷരതയുള്ള മണ്ടം മലയാളി. ഇതൊന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? അതാ വേദപുസ്തകം പറഞ്ഞത്, ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, സൃഷ്ടാവായ ദൈവം, സകലത്തെയും പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. പിന്നെ എവിടെയാ ഉപദേശി ദൈവം വസിക്കുന്നത്? ഇന്ന് രാത്രി ആ സന്തോഷ വാർത്ത വിളംബരം ചെയ്യാം. സ്വർഗത്തിലെ ദൈവം, സൃഷ്ടാവായ ദൈവം വസിക്കുവാൻ ആശിക്കുന്ന മന്ദിരം എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരമാണ്. സഹോദര, തുറക്കപ്പെടേണ്ടത് കെട്ടിടങ്ങളല്ല. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവത്തിനായി തുറക്കപ്പെടണം. അതാണ് സുവിശേഷം. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിനായി തുറക്കപ്പെടണം. അങ്ങനെ തുറക്കപ്പെട്ടാൽ ഒരു പ്രത്യേകത, ഇന്ന് നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന് പറയുന്ന ഇരുട്ട്
ദൈവത്തിന്റെ പ്രകാശം അകത്ത് വരുമ്പോൾ പുറത്തു പോകും. ഇന്നലെ വരെ ജീവിച്ച നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. ഇന്നലെ വരെ നീ ഭൂമിക്ക് ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ നീ ശാപമാണെന്ന് പറഞ്ഞെങ്കിൽ, നാളെ ഈ മാങ്ങാനം പട്ടണത്തിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരും. ഇത് ചുമ്മാ ആവേശത്തിൽ പറയുന്നതല്ല. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ ഇതുപോലുള്ള സന്ധ്യയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരുമായി ഒത്തുകൂടും. കൂട്ടുകാരൊത്തുകൂടിയാൽ ആദ്യത്തെ ഡയലോഗ് എന്തുവാന്ന് നാട്ടിലെ ചേട്ടന്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കൂട്ടുകാരൊന്നിച്ചു കൂടിയാൽ ഞങ്ങൾ ആദ്യം പറയുന്നത് ഷെയർ ഇടളിയ കുപ്പിയെടുക്കാമെന്നായിരുന്നു. കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പിയെടുത്ത് ആളില്ലാത്ത വീട്ടിന്റെ പണി നടക്കുന്ന വീട്ടിന്റെ ടെറസിന്റെ മേലേക്ക് അങ്ങ് വലിഞ്ഞു പിടിച്ച് കയറും. പൊറോട്ടയും ചിക്കനും കുപ്പിയൊക്കെ പൊട്ടിച്ച് വെച്ച് സന്ധ്യയ്ക്ക് അങ്ങോട്ട് ഗാനമേളയാ, പാട്ടും കൂത്തും ഗാനമേള നടത്തി കുപ്പിയൊക്കെ പൊട്ടിച്ച് അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പോറും അടിയുണ്ടാക്കി നടന്ന ഒരു ഭൂതകാലം ഷമീർ അബ്ദുൽ സലാമിന്റെ ജീവിതത്തിലുണ്ട്. അന്നൊക്കെ കവലയിൽ കോളാമ്പ്യം പിടിച്ച് മീശയും പിടിച്ച് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്ന ഉപദേശിമാരെ കണ്ടാലുണ്ടല്ലോ, അവന്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. കാര്യം എനിക്ക് മാറിയല്ലോ. മാറും. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നടന്നൊരു ജീവിത പശ്ചാത്തലം. കൂട്ടുകാരുമായി കള്ളം കുടിച്ച് പാക്കം പാൻപരാഗം ചവച്ച് കൈലിയും മടക്കി കുത്തി നാട്ടിലെ കവലയിൽ കൂടെ പോകുമ്പോൾ കവലയിലെ കടക്കാർ വെറുതെയുണ്ട്. അവൻ ഏതാ പോന്നോ, അവൻ ഏതാന്ന് ചോദിച്ചാൽ അടുത്ത കടക്കാരൻ പുച്ഛത്തോടെ പറഞ്ഞു, ഓ അതിന്റെ ജമീലാടെ മോനാന്ന്. ഏത് ജമീലാടെ? സലാമിന്റെ മോനെ. സലാമിന്റെ മോനോ? നമ്മുടെ ഇളയ കുഞ്ഞിന്റെ കൊച്ചുമോൻ. എൻ്റെ ഉപ്പുപ്പ അവിടെ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നത് ആരുമായിരുന്നു? ഉമ്മാടെ വാപ്പ. അതുകൊണ്ട് ഉപ്പുപ്പായെ പറഞ്ഞ എല്ലാവരും അറിയും. ഇപ്പോഴും രണ്ടാം കുട്ടി മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ഇറച്ചി പെട്ടെന്നൊക്കെ ഉമ്മാടെ ആങ്ങളമാരാ. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ഇളയ കുഞ്ഞിന്റെ കൊച്ചുമോനാ പോന്നെ. അവനോ? അയ്യോ അവനും ഇങ്ങനെ ആയോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു കാലത്ത് കഴിഞ്ഞ 17 വർഷമായി ഞാൻ തെരുവിൽ പ്രസംഗിക്കുന്ന മനുഷ്യനാ. അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് എൻ്റെ നാട്ടിലെ കവലയിൽ കവല പ്രസംഗത്തിനായി മാന്യമായ വസ്ത്രം ധരിച്ചിറങ്ങി നടക്കുമ്പോൾ അതാ തണ്ടും തടിമുടുക്കുമുള്ള ചെറുപ്പക്കാര് കുറഞ്ഞ പക്ഷം ആ മുണ്ടിന്റെ മടിക്കൊത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ടേച്ച് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് രാത്രി ദൈവത്തിനായി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നെങ്കിൽ നാളെ ഈ പട്ടണത്തിൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. മനസ്സിലാകുന്നുണ്ടോ? ചില ആളുകൾ പറയും, ഓ ഇതൊക്കെ ചുമ്മാ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോകുന്നതാണ്. എന്ത് കിട്ടാൻ? 2002 എന്ന് ഈ പുസ്തകം എടുത്ത് യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയോ അന്ന് ഉള്ള കടക്കാടും കൂടെ പോയി. വല്ലതും കടക്കാടും ഒക്കെ ആയത് ഈ അടുത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും അല്ല കുഞ്ഞ്, ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കിട്ടാൻ വേണ്ടി ആരെങ്കിലും നിന്ന് സഹിക്കേണ്ട കാര്യമുണ്ടോ? രക്തബന്ധങ്ങളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട് ഒരു കല്യാണം പോലും വന്നാൽ വിളിക്കത്തില്ലെന്ന് പറഞ്ഞ് ബന്ധുജനങ്ങൾ പുറത്താക്കുന്ന അവസ്ഥയിലും എനിക്ക് യേശു മതി എന്ന് പറഞ്ഞ ഒരുത്തൻ നടക്കേണ്ട കാര്യം എന്താ? പണ്ടൊരു ഇലക്ഷന് ഒരു രാഷ്ട്രീയക്കാരൻ കോളനി വന്നിട്ട് കോളനിക്കാരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാമെന്ന്. പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാമെന്ന് എന്നെ ജയിപ്പിച്ചാൽ. ഇപ്പൊ ഒരു കുടിയൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, അടുപ്പ് പുകയത്തില്ലേ പിന്നെ കക്കൂസ് എന്തിനാ സാറേ എന്ന്. ശരിയല്ലേ? ശരിയാ എന്ന് പറഞ്ഞ പോലെ അടിയും നിന്നേയും പരിഹാസവും ഉപദ്രവവും ഒക്കെ സഹിച്ചു ഇറങ്ങി വന്നിച്ച് എന്നാ കിട്ടിയിട്ട് എന്നാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുഞ്ഞു കളിക്കാൻ ഇറങ്ങിയ മാർഗമല്ല. ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്തോത്രം. 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ബാപ്പയുടെ കുടുംബക്കാര് ഒരു ഫംഗ്ഷനിൽ വെച്ച് യാദൃശികമായി കണ്ടപ്പോൾ സ്നേഹം മൂത്തിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഷമീറെ, നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്, നമ്മുടെ കൂട്ടത്തിൽ നിന്നൊന്നും ആരും ഇങ്ങനൊന്നും പോകത്തില്ല, ഇത് നിനക്കെന്തോ അബദ്ധം പറ്റി പോയതാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇത് ചെവി കേട്ടപ്പം തലച്ചോറിൻ്റെ അകത്ത് ഇച്ചിരി അസ്വസ്ഥത ഉണ്ടായി. കാരണം അന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ സമയമല്ലയോ. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പാസ്റ്ററെ കണ്ടു. ആ പാസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എന്നെ പോലെ ഇറങ്ങിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, എൻ്റെ അറിവിൽ ഒരു നസീർ പാസ്റ്ററും കുടുംബം ആലപ്പുഴയിലുണ്ടെന്ന്. ഞാൻ പിന്നല്ല നമ്പർ മേടിച്ച് ഞാൻ വിട്ടു ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ ചെന്ന് നസീർ പാസ്റ്ററും റഷീദയും കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുക, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞാൻ അന്ന് ആ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നസീർ പാസ്റ്റർ എന്നാ വിശ്വാസത്തിൽ വന്നേ? എന്നോട് ചോദിച്ചു, നീ എന്നാ വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ 2002 അത്രേ ഉള്ളൂ, ഞാൻ 94 ഇറങ്ങിയടാന്ന്.
അപ്പം എനിക്ക് ഇച്ചിരി സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. പിന്നെ കോട്ടയത്ത് നമ്മുടെ സിയാദ് മുഹമ്മദ് ഉണ്ടല്ലോ, പാക്കില് സിയാദ് കോട്ടയത്ത് ജനിച്ചു വളർന്ന് കോട്ടയത്ത് സുവിശേഷകരായി ജീവിക്കുന്ന സിയാദ് മുഹമ്മദ് പാക്കിലുണ്ടെന്ന്. ഞാൻ നേരെ സിയാദിനെ കാണാൻ പാക്കിൽ വന്നു. പാക്കിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. അപ്പോൾ സിയാദിനോട് ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോലെ? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. നേരെ ചുങ്കത്തറ വിട്ടപ്പോൾ ഷാജഹാനും ഷീജ ബീവിയും സുവിശേഷ വേല ചെയ്യുന്നു. ഷാജഹാനെ കണ്ടപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇസ്മായേൽ വയനാട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അട്ടപ്പാടിയിലുണ്ട് ഡോക്ടർ മുരളീധരൻ്റെ കൂടെ നിന്ന്. നേരെ വിട്ടു അട്ടപ്പാടിക്ക്. ഇസ്മായേലിനെ കണ്ടു. ഇപ്പോൾ എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി. IPSലെ പാസ്റ്ററാ. സ്തോത്രം. ഇസ്മായേലിനോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. പിന്നെ മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ ചോദിച്ചു, റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനെ കണ്ടപ്പോൾ പറയുക, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, കണ്ണൂരോ തളിപ്പറമ്പിലോ? അതിനിച്ചിരി ചങ്കൂറ്റം വേണം. പിന്നെ അങ്ങനെ വഹാബിനെ കാണാൻ തളിപ്പറമ്പിൽ ചെന്നപ്പോൾ വഹാബ് പറയുക, എൻ്റെ അനിയൻ പാസ്റ്റർ അബ്ദുൽ സമദ് നാലാഞ്ചിറ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. നാലാഞ്ചിറ പുള്ളിയെ കാണാൻ വന്നപ്പോൾ പുള്ളി പറയുക, സിസ്റ്റർ സൗദാ ബീവി നാലാഞ്ചിറയിൽ നിന്ന് ഇറങ്ങിയതാ, ഇപ്പൊ കുവൈറ്റിലുണ്ടെന്ന്. സൗദാ ബീവിയെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ റംല തോമസ് ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങിയെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ പറയാൻ തുടങ്ങിയ നേരം പോവും. അമ്മാതിരി ആളുകൾ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കുഞ്ഞുകളിയാണോ? തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച ഒരു യോഗത്തിന് പോയി. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത എന്താ? ഓരോ ദിവസവും കൺവെൻഷൻ ഉള്ള ജില്ല. എല്ലാ ദിവസവും കൺവെൻഷനാണ് തിരുവനന്തപുരം. ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത്. കൺവെൻഷൻ ഇങ്ങനെ പോകുമ്പോൾ മതിലെ മൊത്തം കൺവെൻഷൻ നോട്ടീസാണ്. നോക്കുമ്പോൾ കാണാം പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ എല്ലാം പാസ്റ്ററാ. ചേട്ടാ ഇറങ്ങുകല്ലേ. നോക്ക്. ആമേൻ. ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, യാക്കോബായ അച്ഛൻ, ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന സന്യാസ വിഭാഗത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച അച്ഛൻ, പിന്നെ ക്രിസ്ത്യനച്ഛൻ, ഗാനമച്ഛൻ തുടങ്ങിയ അച്ഛന്മാര്. ഇവരെല്ലാം 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസുകാരുടെ കൂടെ ചേർന്നു. പിന്നെ കളിയാണോ ഇത്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. അതിന്റെ ഉത്തരമാണ് വായിച്ചത്. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി എന്ന് പറഞ്ഞാൽ, ആദാം എന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് ഈ ഉലകത്തിലെ സകല മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരണം ദൈവം വസിക്കുന്ന മന്ദിരമേതാ? എന്റെ നിന്റെ ഹൃദയമാകുന്ന മന്ദിരം. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? പറ. മനുഷ്യൻ വേണം. അതുകൊണ്ട് ആദാം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം. എത്ര മനോഹരം! കാവ്യുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എല്ലാം ഒറ്റ രക്തം. ഓ, ചിലർ വിചാരിക്കും ഇത് ചുമ്മാ ആവേശത്തിന് പറയുന്നതാണ്. അല്ലല്ല, തെളിയിക്കാവോ? പിന്നെന്താ തെളിയിക്കാം. നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കണം. 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിലേക്ക് കൊടുക്കണം. മെഡിക്കൽ പെമ്പിളേർ 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പൊ ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം. മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്നിൽ അടുത്ത കത്തോലിക്ക പള്ളിയിൽ അച്ഛന്റെ രക്തം, ഇനി ഒന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളിൽ ഒരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ. മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ. അങ്ങനെ തരുമോ? വേഗം പറ, തരുമോ? ഇല്ല. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും, സമ്മതിക്കുന്നു. പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, മനുഷ്യന്റെ സമയം മെനക്കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യന്റെ രക്തം, ഒറ്റ രക്തം. ഇവിടുത്തെ ഏത് കളറുള്ളവന്റെയും കൈ മുറിച്ചാൽ പുറത്തു വരുന്നത് ഒറ്റ രക്തം. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അല്ലേ? ഒറ്റ രക്തത്തിന്റെ ഉടമ. പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തിന്റെ പേരിലാണ് മനുഷ്യൻ തമ്മിലടിക്കുന്നത്? രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും മസിലില്ലല്ലോ. ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ക്രിസ്ത്യാനി ചെറുക്കൻ ബൈക്ക് ഓടിച്ചു പോയി ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി, തലപൊട്ടി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കന്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് അന്നലെ വിളിക്കുക, ഈശോയേ എന്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന്. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ? ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ അങ്ങോട്ട്. ഇല്ലെന്ന്. എന്തിനാ പിന്നെ തമ്മിലടിക്കുന്നത്? ചിന്തിക്കുന്നുണ്ടോ? അമ്പലത്തിലെ പൂജാരിയെ കിഡ്നി അടിച്ചു പോയി. ഒരു കിഡ്നി വേണം. മനോരമ പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ. പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറയൂ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണോ തമ്മിലടിക്കുന്നത്?
നിൽക്കുന്ന നിപ്പി താഴോട്ട് വീണാൽ പൊക്കിയെടുക്കുന്നത് ഏത് പാർട്ടിക്കാരനാണ്, ഏത് കളറുകാരനാണ്, ഏത് കൊടിക്കാരനാണ്, ഏത് ജാതിക്കാരനാണെന്ന് സുബോധം വന്നാൽ അറിയാം. ആരെങ്കിലും പറഞ്ഞു തരില്ല അവനായി എടുത്തെന്ന്. ഇല്ലെങ്കിലോ അത്രയല്ലേ ഉള്ളൂ. എന്തിന്റെ പേരിലാണ് മനുഷ്യൻ തമ്മിലടിക്കുന്നത്? ചിന്തിച്ചു നോക്ക്. ഒറ്റ രക്തത്തിന്റെ ഉടമയല്ലേ? ജാതിയും മതവും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിച്ചോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര നില വിളിച്ചു എന്നിട്ട് പഠിച്ചോ? ഇല്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് അനുവാദം കൂടാതെ ഇരച്ചു കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയുക പപ്പായും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യര് കയറിക്കോളാം രക്ഷിക്കാൻ. അപ്പൊ പട്ടിയൊക്കെ ഒഴുകി പോയെന്ന് അല്ലേ? വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മക്കളും കൊച്ചുമക്കളും നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡ് വെച്ചു അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടി കൊണ്ട് സൂക്ഷിക്കുകയാണ്. ഇനി അടുത്ത പ്രളയം പറഞ്ഞാൽ ഇവന് ബോധം വരാൻ. അവന്റെ പേരല്ലേ മലയാളി? ചിന്തിച്ചു നോക്ക. എന്തിന്റെ പേരിലാ മനുഷ്യൻ തമ്മിലടിക്കണേ? എടാ അവൻ കാവിയിട്ടോ ഇവൻ തോപ്പിയിട്ടോ എന്ന് നടക്കട്ടെ, അവനെ എന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ നാട്ടിലുള്ളോ? ആണോ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല? ഉത്തരം, നിന്റെ അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ടിരിക്കുന്ന കാലത്തോളം നിനക്ക് അവനെ കൂടപ്പിറപ്പായി കാണാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു ജനകൂടുണ്ട്. ഇപ്പൊ ചരടി കെട്ടിയോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ഒരുത്തൻ ഈ സ്റ്റേജിൽ കയറി വന്നാൽ ചാലഞ്ച് ചെയ്ത് പറയാം, ഇവിടെ ഇരിക്കുന്ന ഉപദേശിമാരെല്ലാം അവന് തോളെ കൈവച്ച് ആദ്യം വിളിക്കുന്നത് എന്തായിരിക്കും? പറ ബ്രദർ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ഞങ്ങളുടെ ആരുടെയും പേരും മതവും സർട്ടിഫിക്കറ്റും മാറ്റിയ സന്ദേശമല്ല സുവിശേഷം. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു തലച്ചോറ്, അതാ സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. പേരും മതമൊന്നും മാറിയിട്ട് കാര്യമില്ലടോ മനുഷ്യന്മാരെ. നമ്മുടെയൊക്കെ പറമ്പിൽ ഒരു ചെടിയുണ്ട്, ഞങ്ങൾ കൊല്ലത്തുകാരെ വിളിക്കുന്ന ചെറുതണം അല്ലേ? ചെറുതണത്തെ പറമ്പിൽ നിന്ന് വേരോട് ഇളക്കിയെടുത്ത് വീട്ടിലെ ഷോക്കേഴ്സിലെ ഫ്രണ്ട് കോളി ചില്ലിട്ട റൂമിൽ കൊണ്ടുവച്ചാൽ ചൊറിയണം എന്ത് ചെയ്യും? പറ. ചൊറിയും. എന്നാ പിന്നെ പേര് മാറ്റാം. സ്ഥലം മാറിയിട്ട് മാറുന്നില്ല, എന്നാ പേര് മാറ്റാം. ചെറുതണത്തിന്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിന്റെ അകത്ത് മണിക്കുട്ടി എഴുതി ഒട്ടിച്ചു പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയെ എന്ന് പറഞ്ഞെടുത്തൊരു ഉമ്മ കൊടുത്തു നോക്ക്. എന്നാലും എന്ത് ചെയ്യും? പറ. ചൊറി വന്ന സ്ഥലം മാറിയാലും പേര് മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അപ്പൊ ഇവിടെ മനുഷ്യന്മാർക്ക് വരേണ്ട മാറ്റം പേരിനും മതത്തിനും സർട്ടിഫിക്കറ്റിനും അല്ല. ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറണം. സ്വഭാവത്തിന് മാറ്റം വരണം. രൂപാന്തരം സംഭവിക്കണം. ദൈവത്തിനായി ഹൃദയം തുറക്കപ്പെടണം. ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് മോക്ഷം പ്രാപിക്കണം. അതാ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന സന്ദേശം. ഒറ്റ രക്തത്തിന്റെ ഉടമ, ആദാമ്യ രക്തത്തിന്റെ ഉടമ. സകല മനുഷ്യരും ഒറ്റ രക്തത്തിൽ നിന്ന്. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ജാതിയും മതവും വർണ്ണവും വർഗവും വേർതിരിച്ച് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ചെകുത്താന്മാരുടെ പിടിയിൽ വീഴാതിരിക്കുക. മനസ്സിലായോ? നോക്ക്, പ്രളയം വന്ന കാലം ബിരിയാണി ചെമ്പിനകത്ത് ഇരുത്തി വലിച്ചുകൊണ്ട് പോകുന്നു. സാരി എറിഞ്ഞു കൊടുക്കുന്നു, ഷോൾ എറിഞ്ഞു കൊടുക്കുന്നു, ലുങ്കി എറിഞ്ഞു കൊടുക്കുന്നു. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഒരുമിച്ച് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നു. ഇവന് കിടക്കാൻ മെത്തയും വേണ്ട, കട്ടിലും വേണ്ട, റബ്ബർ ടാർപോളിയും വിളിച്ച് അതിനകത്തോട്ട് കിടക്കുന്നു. പുതയ്ക്കാൻ അപ്പുറത്തവന്റെ ലുങ്കി മതി. അവൻ കറുത്തവനായാലും വെളുത്തവനായാലും കുഴപ്പമില്ല, ലുങ്കി മതി. അത് മേടിച്ച് ഇവൻ പുതയ്ക്കുന്നു. ഇവന് ജാതി പ്രശ്നമില്ല, മത പ്രശ്നമില്ല. അവൻ കൊണ്ടുവന്ന പഴങ്കഞ്ഞി, അവൻ കൊണ്ടുവന്ന ഉണക്കമീനും എടുത്ത് ഇവൻ തിന്നുന്നു. ഇവന്റെ അക്കൗണ്ടിലാണെങ്കിൽ ലക്ഷങ്ങൾ കിടപ്പുണ്ട്, എടുക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഇവനും പഴങ്കഞ്ഞി തിന്നുന്നു. ഭയങ്കര സ്നേഹം, ഒരു പ്രശ്നവുമില്ല. ഒരുത്തനാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു, വലിച്ചു കയറ്റുന്നു. വേറൊരുത്തൻ കുനിഞ്ഞു നിന്ന് മുതുക് കാണിച്ചു കൊടുക്കുന്നു, മുതുകി ചവിട്ടി കയറിക്കുക. എന്തൊരു സ്നേഹം! ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ അല്ലേ, എന്നും പ്രളയമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തോ ഒരു സ്നേഹമാണ്. പിന്നെ എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നില്ല? തലച്ചോറുള്ളവൻ ചിന്തിക്കേ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന ആ പാപമെന്ന് പറയുന്ന ഇരട്ട്, അതാണ് നിന്നെ സകല തിന്മകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നീ ആഗ്രഹിക്കാത്ത തെറ്റിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. നീ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന ആ പാപം എന്ന് പറയുന്ന ഇരട്ടാണ് സുഹൃത്തെ. ഇന്ന് രാത്രി ആ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കണം. അതുകൊണ്ടാ ചില ആളുകൾ പറയുന്നത്, അയ്യോ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചല്ല, അങ്ങ് ചെയ്തു പോയി. എന്താ കാര്യം? പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, ചെയ്തു പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാതെ കുടിക്കുന്ന കുടിയൻ കേരളത്തിലുണ്ടോ? ഉണ്ടോ? സകല കുടിയന്മാർക്കും വായിക്കാൻ പറ്റുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുക, മദ്യപാനം ആരോഗ്യത്തിന്
ഹാനികര്. ഇനിയിപ്പം ഏതെങ്കിലും കുടിയന്മാർക്ക് എഴുത്തും വായന അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സർക്കാരിന് കാരുണ്യം തോന്നി വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി, സകല കളവന്മാരെയും പഠിപ്പിച്ചു. ഇനി വായിക്കാതെ ആരും കുടിക്കണ്ടെന്ന് വിചാരിച്ചു. സകല എണ്ണത്തിനും അറിയാം ഇത് ദോഷമാണ്. എന്നിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയാണോ? ചിന്തിച്ചു നോക്ക്. പണ്ട് നമ്മുടെ ബാല്യകാലം, ഒരു 2 മിനിറ്റ് ബാല്യത്തിലേക്കൊന്ന് തിരിച്ചു പോകും. ബാല്യകാലം നമ്മൾ പണ്ട് പഴക്കട ചെന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ എന്താ ചെയ്ത് ഓർമ്മയുണ്ടോ? ബാല്യകാലം ഓർമ്മയുണ്ടോ? കടക്കാരൻ ചെയ്ത് എന്താ? തോളെ കിടക്കുന്ന തോർത്തെടുത്ത് മുന്തിരിയിലോട്ട് 2 വീശി. ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തിനാ? മുന്തിരിക്കകത്ത് പറ്റി പിടിച്ചിരിക്കുമായിരുന്നു ഈച്ച. അതിനെല്ലാം ഓടിച്ചേച്ച് 1 കിലോ മുന്തിരി തൂക്കാനെടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ കടക്കൊട്ടും വൃത്തിയില്ല, നമ്മുടെ കൊച്ചു മനസ്സ് പറഞ്ഞു. എന്നാൽ കാലം കടന്ന് 26-ലെത്തി നിൽക്കുമ്പോൾ നിങ്ങൾ പഴക്കട ചെന്ന് നോക്ക്. സ്കാൻ ചെയ്താൽ ഒരു ഒറ്റ ഈച്ച പഴത്തിന്റെ പരിസരത്തുണ്ടോ? പറ. ഇല്ല. തുറന്നു വെച്ചേക്കുക. ഇല്ല. എന്താ? കടയ്ക്ക് വൃത്തി കൂടേണ്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല. ഈച്ചക്കറിയാം ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. ഈച്ചക്കറിയാം ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പുരട്ടി തേച്ച് ഓറഞ്ച് തിളങ്ങുന്നു, ആപ്പിൾ തിളങ്ങുന്നു, മുന്തിരി തിളങ്ങി നിൽക്കുന്നു. ഈച്ചക്കറിയ ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. അതുകൊണ്ട് ഈച്ച വഴിമാറി പറക്കുന്നു. ശരിയാണോ? കണ്ണിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്ക്. ഉറുമ്പ് നടന്നു വന്ന് മണത്ത് നോക്കുന്നു. മണത്ത് നോക്കിയിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പഞ്ചസാര വരിവരിയായി ചുമന്നുകൊണ്ട് നടന്നു പോകും. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പിനോട് ചോദിക്കും, ഉറുമ്പെ ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഒന്നേ ഉള്ളൂ, ചേട്ടാ വേറെ പണക്കം കൊണ്ടൊന്നും അല്ല, പിന്നെ ഈ ഉപ്പിനകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് എടുത്തില്ല. നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ ഇത് ദോഷമാണെന്ന് വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും വെളുപ്പാങ്കാലത്ത് അവൻ ഓടുന്നെങ്കിൽ അതിന്റെ ഉത്തരം അറിവില്ലായ്മയല്ല, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി അവനെ കൺട്രോൾ ചെയ്യുന്നു, അവന്റെ അകത്ത് കുടിയിരിക്കുന്നു. മറ്റു മനുഷ്യരെ ആക്രമിക്കുവാൻ, തിന്മകൾ പ്രവർത്തിക്കുവാൻ, തെറ്റിലേക്ക് നടക്കുവാൻ സകല മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ആ ഇരുട്ടിന്റെ ശക്തിയാണ് പാപം. മനസ്സിലാകുന്നുണ്ടോ? സകല മനുഷ്യന്റെ ഹൃദയത്തിലും പാപം എന്ന് പറയുന്ന ഇരുട്ട് കുടിയേറി. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം വേദപുസ്തകം വെളിപ്പെടുത്തി. എന്താ? അവൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു. വായിക്കാൻ റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 തിരുവചനം. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് 21 മുതൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങി. എന്താണത്? വായിച്ചോ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചു. അപ്പോഴോ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. കണ്ടോ ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന്റെ തലച്ചോറിന്റെ അകത്ത് ഒരു ചിന്ത വന്നു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാവുന്നൊരു ചിന്ത. ചില ആളുകളുടെ അടുത്ത് നമ്മൾ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോഴേ അവർ പറയും, ഓ ഇതൊക്കെ എനിക്ക് പണ്ട് അറിയാവുന്നൊരു ചിന്ത. ഞാൻ തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റം പാലോട് എന്ന് പറഞ്ഞ സ്ഥലം സുവിശേഷ യോഗത്തിന് പോയി. നേരത്തെ ചെന്നതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ അച്ചായനോട് സുവിശേഷം പറയാൻ പാസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് അച്ചായനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ എനിക്ക് വയസ്സ് 54 ഉണ്ടാവുകയെ. ഞാൻ പറഞ്ഞു, എന്നാച്ചാ 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എന്നോടാണോ നീ ഇനി യേശുവിനെ കുറിച്ച്? കണ്ടോ അച്ചായന്റെ ചിന്ത, എനിക്കെല്ലാം അറിയാമെന്ന്. ഞാൻ പറഞ്ഞു, ആട്ടെ അച്ഛാ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. 2 വാക്ക് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം എന്നാ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങട്ടെ. പ്രാർത്ഥിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പം ഹൃദയത്തിന്റെ അകത്ത് ഒരു കൗതുകം വന്നിട്ട് ഞാൻ അച്ചാനോട് ചോദിച്ചു, അച്ചാൻ അപ്പൊ 54 വർഷമായിട്ട് ക്രിസ്ത്യാനി അല്ലയോ? അതെ. മോനെ പിന്നല്ലാതെ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എന്നാന്ന് ചോദിച്ചു. ഈ യേശുവിന്റെ പേരെന്താന്ന് ചോദിച്ചു. യേശുവിന്റെ പേരെന്താന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ മറുപടി പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങ് പറയാം. പുള്ളി എന്നോട് പറയുകയാണ്, യേശുവിന്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. യേശുവിന്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. മനസ്സിലായോ?
അപ്പോ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടുമെന്ന് സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിന് അറിയാമെങ്കിലും അച്ചായൻ അത് കണ്ടിട്ടില്ല. കാരണം പേര് കൊണ്ട് അച്ചായൻ ക്രിസ്ത്യാനിയാണെങ്കിലും പലരും പുസ്തകം തുറക്കാറില്ല. വേദപുസ്തകം എടുത്ത് ഷോക്കേഴ്സിന്റെ അകത്ത് വെച്ച് കറണ്ട് ചാർജിന്റെ കോപ്പിയും കരവടച്ചതിന്റെ രസീതും തൊഴിലുറപ്പിന്റെ ചീട്ടും കിട്ടുന്ന നോട്ടീസും എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് ചമ്പരത്തിപ്പൂവും പറിച്ചിട്ട് അങ്ങനെ തിരിയും കത്തിച്ച് പുകച്ച് വേദപുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്ന അഭിമാനവും ബൈബിള് പിടിച്ചുകൊണ്ട് പോകുന്ന ഇച്ചിന്ന് ചിന്തിക്കുന്നവന് അകത്തിരിക്കുന്ന മർമ്മം മനസ്സിലാകത്തില്ല. എന്നാൽ പാപം എന്ന് പറയുന്ന ഇരുട്ട് അകത്ത് കയറിയപ്പോൾ മനുഷ്യന്റെ തലച്ചോറ് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. തിരുവെടുത്ത് പറയുന്നു, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് എന്താ ചെയ്തെന്ന് വായിച്ചേ വേഗം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. പാപം അകത്ത് കയറിയപ്പോ സൃഷ്ടിച്ചവനെ അങ്ങ് മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. ആർക്കൊക്കെ? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. കണ്ടോ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. മനുഷ്യന് മഹത്വവും ആരാധനയും കൊടുത്തു. അപ്പൊ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ മുക്കിന് ആൾ ദൈവങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്നാണ് ഓരോന്നിപ്പോ വരുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടൻ മലയാളികളല്ലേ. ചിന്തിച്ചേ, മനുഷ്യന് മഹത്വം കൊടുത്തു, ആൾ ദൈവങ്ങളുണ്ടായി. പക്ഷിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് ഇടജാതിക്ക് മഹത്വം കൊടുത്തു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി നാലിനെയും കൂടെ പിടിച്ച് ഒരു കണ്ണാടി കൂട്ടി വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നാൽക്കാലി, മേലെ ഇരുകാലി, കീഴെ ഇടജാതി, പിന്നെ അതിന് 2 ചിറവും കൂടെ പൂർത്തിയായി. പുസ്തകം വായിക്കുന്നില്ല. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. പാപമകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യൻ ഒരു മോക്ഷത്തിനായി കൊതിച്ചു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നേരം പോയത് കൊണ്ട് ഉദ്ദേശിച്ച നിലയിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മോക്ഷത്തിനായി മനുഷ്യൻ കൊതിച്ചു, കിട്ടിയില്ല. മോക്ഷത്തിനായി ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. പുണ്യകർമ്മക്രിയാദികളെല്ലാം നടത്തി നോക്കി. ഒരു മോക്ഷം തേടി മനുഷ്യൻ അലയാൻ തുടങ്ങി. മോക്ഷം തേടി നിലവിളികൾ ഉയർന്നു. അത് പിന്നീട് പ്രാർത്ഥനാ സൂക്തങ്ങളായി പുരാണങ്ങളിൽ കുറിക്കപ്പെട്ടു. അസതോമാം സദ്ഗമയ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. തമസോമാം ജ്യോതിർഗമയ എന്ന് നിലവിളിച്ചു. മൃത്യോമാം അമൃതംഗമയ നിലവിളിച്ചു. എന്താ അർത്ഥം? ആ സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവൻ എന്ന് നിലവിളിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ എന്ന് നിലവിളിച്ചു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചാലും എന്ന് നിലവിളിച്ചു. മോക്ഷം കിട്ടിയില്ല. ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകണം. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അവൻ പറയും, അതെ, പൗലോസ് ശ്ലീഹ കുറിച്ചു വെച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങളിലും കുറിക്കപ്പെട്ടു. അതേ, മനുഷ്യൻ പാപിയാണ്, അവന് പാപമോചനം ആവശ്യമാണ്. ഈ അകത്തു കയറിയ പാപത്തിൽ നിന്ന് അവന് മോക്ഷം ലഭിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ എന്തിന് യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം? ഒരുവൻ എന്തിന് യേശുക്രിസ്തുവിന്റെ പിന്നാലെ വരണം? ചില ആളുകൾ പ്രസംഗിക്കുന്നത് ബിസിനസ് തകർച്ചയോ, ഭാരപ്പെടണ്ട, കടഭാരമോ ശങ്കിക്കണ്ട, യേശു നിന്നെ വിടുവിക്കുമെന്ന്. ചുമ്മാതാ. എടോ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദി, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി രവിചന്ദ്രനും കൂട്ടരും ഈ കേരളക്കരയിൽ നല്ല കാറിലും BMW-യിലും ഓഡിയിലും ബെൻസിലും ജാഗ്വാറിലും സഞ്ചരിച്ചുകൊണ്ട് ഫ്ലാറ്റിൽ അന്തസ്സായിട്ട് ലക്ഷറി ലൈഫ് നടത്തി ദൈവമില്ലെന്ന് പറയുന്ന കൺമുമ്പിൽ ജീവിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാട്ട മാരുതി കാറും വെച്ച് പറപ്പിക്കുന്നത്. കൃപയാലൊരു മാരുതി കാർ. ഇതിലൊന്നും കഥയില്ലടോ. ഇതൊന്നും അല്ല വിഷയം. ഇവിടുത്തെ രവിചന്ദ്രനും അല്ലെങ്കിൽ ഇവിടുത്തെ MLA-ക്കും MP-ക്കും പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്ക്, എന്തിന് പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത ഒരു പദവി എനിക്ക് നിനക്കും കിട്ടണം. അതാണ് പാപമോചനം, രക്ഷ. പാപത്തിൽ നിന്നുള്ള മോചനം, നരകത്തിൽ നിന്നുള്ള വിടുതൽ. അതിനാ കാര്യം. പാസ്റ്ററെ ഒരു വാക്ക് പറഞ്ഞങ്ങ് വിടുക. പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ
എടുക്കണ്ട, സമയമില്ല, നിർത്തുക. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ എന്ന് പറഞ്ഞ അധികാരി പള്ളിയിൽ പോയി മടങ്ങി വരുന്ന ഒരു രംഗമുണ്ട് അപ്പോസ്തല പ്രവൃത്തി 8:26 മുതൽ. അപ്പൊ അങ്ങനെ വഴി പോകുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു ഉപദേശിയെ അങ്ങോട്ട് സുവിശേഷം പറയാൻ ദൈവം അയച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇനി എന്ത് കിട്ടുമെന്ന് പറയാനാ പോകേണ്ടത്? പറ, നിങ്ങൾ പറ. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. അപ്പുറത്തത് അങ്കുവും ഇപ്പുറത്തത് ആരും ഇരുന്നുകൊണ്ട് പറയും വിശ്വസിച്ചാൽ നീ ഹെലികോപ്റ്ററിൽ വരുമോ? ചുമ്മാ അവന്മാർക്ക് വട്ടുപിടിച്ച് നടക്കുക. അതുകൊണ്ട് ഈ വട്ടന്മാര് പറയുന്ന പരിപാടിയല്ല ഇവിടെ സുവിശേഷം പറയുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്നവനോട് ഇനി എന്തെങ്കിലും നന്മ കിട്ടുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടാച്ചാ ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവനോട് സുവിശേഷം പറയുകയിൽ വഴി പോകുകയിൽ അവൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റെന്ന് മന്ത്രി അധികാരി. എന്ത് കിട്ടാൻ വേണ്ടിയാ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ലഭിക്കേണ്ടത് രക്ഷയാണ്, പാപമോചനം. പാപമോചനം പ്രാപിക്കുവാൻ മനുഷ്യൻ മോക്ഷത്തിനായി അലയുക, മോക്ഷം തേടി സഞ്ചരിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവനെന്ന് നിലവിളിച്ചെന്ന് കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ കിട്ടിയില്ല, തീർത്ഥയാത്രകൾ കിട്ടിയില്ല, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി കിട്ടിയില്ല. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി. ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടിനുറുക്കി നരബലി നടത്തി നോക്കി. കിട്ടിയോ? മോക്ഷം കിട്ടിയോ? കിട്ടിയില്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാന്ന് ആട്ടെ തിന്നുക. കിട്ടിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. സകല മനുഷ്യന്മാരുടെയും നിലവിളിക്ക് മറുപടിയായി, സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ ജീവിക്കുകയില്ല. ഇന്ന് രാത്രി മാകാണ ദേശത്തോട് പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, തിന്മയുടെ, തെറ്റിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ കൃതിയിലില്ലവേ ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു നാണയത്തിട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, മുട്ടയിലഴിഞ്ഞ് മുട്ടിലെ തൊലി പോകാതെ സൗജന്യമായി ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ ലോകത്തിന്റെ വെളിച്ചമായതിനു വേണ്ടി തുറക്കപ്പെട്ടാൽ, സഹോദര, സ്നേഹിത, സഹോദരി, ഇരിക്കുന്ന ഇരിപ്പി, നിൽക്കുന്ന നിപ്പിൽ ഹൃദയത്തിന്റെ വാതിൽ ലോകത്തിന്റെ വെളിച്ചമായതിനു തുറന്നു കൊടുത്ത യേശുവേ, ലോകത്തിന്റെ വെളിച്ചമാകുന്ന അങ്ങ് എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരണമേ. തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, പ്രതിഫലം തരാൻ എന്റെ പക്കൽ ഒന്നുമില്ല, ചിലവാക്കുവാൻ എന്റെ കയ്യിൽ പണമില്ല. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തിനായി തുറക്കപ്പെടുന്നെന്ന് ഇരിക്കുന്ന നിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ ഏറ്റുപറയുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു കടന്നു വരും. സൗജന്യമായി ഇന്ന് രാത്രി നിന്റെ പേർ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇരിക്കുന്ന നിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ ഇരുന്നുകൊണ്ട് യേശു ക്രിസ്തുവാകുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്ന നല്ല കർത്താവിനെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപമോചനം പ്രാപിച്ച്, രക്ഷ പ്രാപിച്ച്, നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനയും ദേശത്തോട് വിളിച്ചറിയിക്കുവാനുള്ള സുവിശേഷവും അറിയിച്ചു. ഇന്ന് രാത്രി ഈ ശബ്ദവീജികളിൽ കേട്ട അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യ ഉപയോഗിച്ചുവല്ലോ. കർത്താവിന്റെ ദാസനെ ശക്തമായി
ഒരു നാളുകൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, പ്രവർത്തിപ്പാൻ, പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും തന്റെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും തന്റെ യാത്രയും ഓർത്ത്, ഇവിടെ കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഓർത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പി എ ചാക്കോ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായി. കരുണയും പ്രീതിവാത്സല്യമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച ആരംഭിച്ച യോഗത്തിന്റെ 3-ാം രാത്രിയിലും ഞങ്ങൾക്ക് ദൈവസ്ഥലിൽ കൂടി വരുവാനും